എഴുന്നേറ്റ് നിന്നേ, കണ്ണുകളടച്ചേ. വീണ്ടും നമ്മൾ ശ്രമിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആത്മാവിന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. കർത്താവിൻ്റെ വലിയ വെളിപ്പെടുത്തലുകൾ ലഭിക്കാൻ ഈശോയെ, നിൻ്റെ വചനം ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിൻ്റെ വചനം ഞങ്ങളുടെ ആത്മാവിൽ ജീവനായിട്ട് മാറ്റപ്പെടട്ടെ. നിൻ്റെ വചനത്താൽ ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുകയും നിൻ്റെ വചനത്താൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കുകയും ചെയ്യുമാറാകുവാൻ കർത്താവ് ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നുവെന്ന് മനസ്സ് തുറന്ന് ഏറ്റു പറഞ്ഞേ. പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തേ ഈശോയ്ക്ക്, പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തേ. നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കട്ടെ. അസ്വസ്ഥതകളും ബന്ധനങ്ങളും കെട്ടുകളും തിന്മയുടെ സ്വാധീനങ്ങളും അലസതകളും ക്ഷീണവും മടി തളർച്ച ഉത്സാഹക്കുറവ് ഉറക്കം വരുന്ന അസ്വസ്ഥതകളെല്ലാം സമർപ്പിക്കാം. സമർപ്പിച്ചേ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തേ. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടാനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെട്ട് കിട്ടാനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടണം. ഈ അഭിഷേകം പോരെ ദൈവമേ, ഈ കൃപ പോരെ കർത്താവ്, ഈ ചൈതന്യം പോരെ ദൈവമേ. സ്ലീഹന്മാരിൽ ആവസിച്ച പരിശുദ്ധാത്മാ അഭിഷേകം, പെന്തക്കോസ്തായിൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാ അഗ്നി, തീ പോലെ ഒരു അഭിഷേകത്തിൻ്റെ പകർപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അഗ്നി കൊണ്ട് ഉറകൂട്ടണമേ എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങളിൽ ഉറകെട്ടുപോയ ഉപ്പിനെ നീ ഉറകൂട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉറകെട്ടുപോയി ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ നീ ഉറകൂട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം മാവിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടാൻ ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് കൃപയായി, വരങ്ങളായി, ദാനമായി, ഫലമായി നമ്മളിൽ പ്രവർത്തിക്കുവാൻ വിട്ടുകൊടുക്കട്ടെ. പരിശുദ്ധാത്മാവെ നിറയണമേ, മക്കളിൽ നിറയണമേ. ഇവിടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ കർത്താവേ. വചനം കേൾക്കാൻ ഇവരുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ കർത്താവെ. വചനം സ്വീകരിക്കാൻ ഇവരുടെ കർണപുടങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ. വചനം സ്തുതിച്ച് വചനത്തെ സ്വീകരിക്കാനുള്ള അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. വചനം ഹൃദയസ്ഥമാക്കാൻ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവെ നിറയണമേ, അഭിഷേകമായി നിറയണമേ. അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി വീശണമേ കർത്താവെ. മക്കളുടെ മേൽ, ആത്മീയ ജീവിതത്തിൻ്റെ മേൽ പെരുമഴ പോലെ, ഗംഭീര ഇടിമുഴക്കം പോലെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന് മേൽ വന്നിറങ്ങട്ടെ കർത്താവെ. ഞങ്ങളുടെ കുറവുകളല്ല, നിന്റെ പീഡാസഹനത്തിൻ്റെയും നിന്റെ കുരിശു മരണത്തിൻ്റെയും നിന്റെ സംസ്കാരത്തിൻ്റെ, നിന്റെ ഉത്ഥാനത്തിൻ്റെ, നിന്റെ സ്വർഗാരോഹണത്തിൻ്റെ, ശ്വേതൻ്റെ 33 വർഷത്തെ ജീവിതത്തിൻ്റെ അനന്ത യോഗ്യതയാലും ശക്തിയാലും നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങൾ ശക്തിപ്പെടട്ടെ, അഭിഷേകം സ്വീകരിക്കട്ടെ കർത്താവേ. പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങൾക്ക് ലഭിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിച്ചേ. മാവിൻ്റെ ശക്തി നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ, 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 നിറയട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. കെട്ടുകൾ അഴിയട്ടെ, 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 അഴിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ. തിന്മയുടെ കെട്ടുകള്, അന്ധകാരത്തിൻ്റെ അരൂപികൾ വിട്ടുമാറാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഉച്ചത്തില്, അത്യുച്ചത്തില് ദൈവത്തെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഭാഷാവരമുള്ള മക്കൾ ഭാഷാവരത്തിൽ നിന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ 1-ാം അധ്യായം ഇവിടുത്തെ 21 മുതലുള്ള തിരുവചനം. 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനം ഒന്ന് വായിച്ചേ. മർക്കോസ് 1-ന്റെ 21 മുതൽ 28
8 വരെയുള്ള തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള ഈ തിരുവചനത്തിൽ നമുക്കറിയാം, പിശാച് ബാധിച്ച വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ കർത്താവ് പുറത്താക്കുന്നു എന്നല്ല, പിശാച് ബാധിതന് സൗഖ്യം, പിശാച് ബാധിതന് കൊടുക്കുന്ന സൗഖ്യം. അങ്ങനെയാണ് അതിൻ്റെ തലക്കെട്ട് പറഞ്ഞിരിക്കുന്നത്, പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അതിനകത്ത്. കാരണം പിശാച് ബാധയുണ്ടെങ്കിലും കർത്താവിൻ്റെ സൗഖ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിൽ പൈശാചികതയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് വിദൂരത്തല്ല. എന്നിൽ തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ, എന്നിൽ പാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിലും, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാലും, ഞാൻ ഏതവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിലും കർത്താവ് തൻ്റെ കരുണ എൻ്റെ നേർക്ക് പ്രദർശിപ്പിക്കാനൊരവസരം നോക്കി നിൽക്കുന്ന ദൈവമാണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകളിലുള്ളവരിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യ, ഭർത്താവ്, ആരും ആയിക്കൊള്ളട്ടെ, മാതാപിതാക്കൾ ആരും ആയിക്കൊള്ളട്ടെ, ദൈവത്തെ അറിയാതെ പൈശാചികതയിൽ, പൈശാചിൻ്റെ പ്രവൃത്തിയിൽ ജീവിക്കുന്ന, എന്താ പറയുക, കത്തോലിക്ക വിശ്വാസത്തിന് നിരക്കാത്ത ജീവിതം നയിക്കുന്ന മക്കൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രതീക്ഷ ഈ തലക്കെട്ടിൽ ദൈവം തരുന്നുണ്ട്. അതായത് ഏത് തിന്മയുടെ ആധിപത്യത്തിലാണോ അവനിൽ അല്ലെങ്കിൽ അവളിൽ കർത്താവ് തൻ്റെ സൗഖ്യം പ്രദർശിപ്പിക്കാനുള്ള അവസരം നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. അവരിൽ ദൈവത്തിൻ്റെ കരുണ പ്രദർശിപ്പിക്കാനായിട്ടൊരു അവസരം കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പൈശാചിക സ്വാധീനം, പാപത്തിൻ്റെ വലയത്തിൽപ്പെട്ട് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഭാരപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് അവരിലേക്ക് എന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം നിങ്ങൾ അവരോട്. നീ ഇത്രയേറെ ദൈവത്തെ മറന്ന് ജീവിച്ചാലും, ഇത്രയേറെ പറഞ്ഞിട്ട് നീ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയാലും കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു വാക്ക് ആ മകൻ്റെ മകളുടെ മുഖത്ത് നോക്കി നമ്മളൊന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, അവരിൽ തന്നെ ഒരു പ്രത്യാശയുടെ തിരുവെളിച്ചം കൊടുക്കാനായിട്ട് അത് ഉപകരിക്കും. അവരിൽ തന്നെ ഒരു പ്രത്യാശ ജനിപ്പിക്കാനായിട്ട് അത് ഉപകരിക്കും. നമ്മൾ പലപ്പോഴും പറയാൻ മടിക്കുന്നതും, നമ്മൾ അവരെ വിധിച്ച് സംസാരിക്കും. ഒരു കുറവ് കാണുമ്പോൾ, ജീവിതത്തിൽ ഉള്ളവരിൽ, കുടുംബത്തിലുള്ളവരിൽ ഒരു ബലഹീനത കാണുമ്പോൾ നമ്മളവരെ തിരുത്താനാണ് നോക്കണേ. നമ്മൾ തിരുത്തലിൻ്റെ ആൾക്കാരാണ്. അത് അഹങ്കാരത്തിൻ്റെ അരൂപിയാണ്. തിരുത്തുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഞാനും നിങ്ങളൊക്കെ തിരുത്തും, പക്ഷേ എന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ല. കുറ്റം കണ്ടുപിടിക്കുന്നിടത്തല്ലേ തിരുത്തലിൻ്റെ ആവശ്യം ഉണ്ടാകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചില കുറ്റം കണ്ടുപിടിക്കുന്നിടത്ത് തിരുത്തലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഈ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം, പ്രിയപ്പെട്ട ദൈവജനമേ, ആ മകനെ അല്ലെങ്കിൽ ആ മകളെ, ആ വ്യക്തിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാലും ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നാലും നീ ഇത്രയേറെ ദൈവത്തെ മറന്ന് ജീവിച്ചാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കരുണയാൽ നീ വീണ്ടും ഈശോയിലേക്ക് തിരിയും. ഇത് ഒരാശ്വാസത്തിൻ്റെ വാക്കല്ല, പ്രത്യാശയുടെ വാക്കുകളാണ്. നമ്മുടെ ദൈവം പ്രത്യാശ തരുന്ന ദൈവമാണ്. പ്രത്യാശ തരുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അല്ലാതെ നിരാശ ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്ന്. നിരാശ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നില്ല. പ്രത്യാശ മാത്രമേ നമ്മുടെ കർത്താവായ യേശു മിശിഹായിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നുള്ളൂ. പ്രത്യാശ മാത്രം. ഈ പ്രത്യാശ നമ്മളെ നിരാശരാക്കാതിരിക്കത്തക്കവണ്ണം, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിരന്തരം ഇങ്ങനെ നമ്മളെ എന്താ പറയുക, വീണ്ടും തിരിച്ച് തന്നിലേക്ക്, തൻ്റെ സ്നേഹവലയത്തിലേക്ക് സ്വീകരിക്കാൻ വെമ്പുന്ന കർത്താവിൻ്റെ ഒരു ചൈതന്യം പലപ്പോഴും നമുക്ക് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കണം. ചില പാപങ്ങൾ, പ്രത്യേകിച്ച് കർത്താവിനെ അറിഞ്ഞ മക്കൾ ചില പാപത്തിൽ വീണ് പോയാൽ, ദൈവത്തെ ഒരു കാലത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ചില മക്കൾ പാപത്തിൽ വീണു പോയാൽ, പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം ഇനി എന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമില്ല എന്നൊരു ബോധ്യത്തിലേക്ക് സാത്താൻ അവരെ കൊണ്ടുവന്ന് വയ്ക്കും. ഇനി എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ തിരിഞ്ഞു നോക്കത്തില്ല, കർത്താവിനെ അറിഞ്ഞിട്ട് ഞാൻ ബോധപൂർവം പാപം ചെയ്തവനിൽ നിന്ന് മാറി അവനെ വിട്ടുപേക്ഷിക്കാൻ ഞാൻ തീരുമാനമെടുത്തു, അവൻ്റെ പാതയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു എന്നുള്ളൊരു ബോധ്യം സാത്താൻ, തെറ്റായ ബോധ്യം സാത്താൻ അവർക്ക് കൊടുക്കും.
അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തി വീണ്ടും ദൈവിക ചൈതന്യത്തിലേക്ക് വരാൻ താമസമെടുക്കും, അതല്ലെങ്കിൽ വരാനായിട്ട് താല്പര്യം കാണിക്കത്തില്ല. ദൈവത്തെ അറിഞ്ഞ വ്യക്തി ചെയ്യുന്ന പാപം, പ്രിയപ്പെട്ട ദൈവജനമേ, ആ വ്യക്തിയെ നശിപ്പിക്കാൻ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു നിധിയാണ് അവൻ്റെ. അതിവനിലേക്ക്, ഈ ദൈവത്തെ അറിയുന്ന വ്യക്തിയിലേക്ക് ഈ തിന്മയുടെ അംശത്തെ പകർന്നു കൊടുത്ത് കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നീട് ആ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കൊരു സ്വഭാവമുണ്ട്, ആ വ്യക്തിയുടെ ഒരു ചിന്തയുണ്ട്, ഇനി ഒരിക്കലും എനിക്കൊരു തിരിച്ചു വരവില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഈ പാപം എന്നെ ഭരിക്കും, ഇനി എൻ്റെ ജീവിതത്തിൽ ഈ പാപത്തിൻ്റെ മേഖല എന്നെ കാർന്നു നിന്നുകൊണ്ടിരിക്കും, ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ അന്വേഷിക്കാനോ കർത്താവിലേക്ക് തിരിയുവാനോ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കാനോ കർത്താവിൻ്റെ കരുണ പ്രാപിക്കാനോ എനിക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല എന്നുള്ളൊരു തെറ്റായ ബോധ്യം ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, എന്നേക്കുമായിട്ട് പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ്, ഒരു അരൂപി നമ്മുടെ എല്ലാം കുടുംബങ്ങളിലുണ്ട്. ഒരു കാലത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരുന്ന പല മക്കളും കുടുംബ പ്രാർത്ഥനയിലും പരിശുദ്ധ കുർബാനയിലും ഒക്കെ സജീവമായിരുന്ന മക്കള് പെട്ടെന്നൊരു ദിനം കൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന ചില പാപത്തിൽ വീണുപോകും. അതുവരെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തുന്ന ചില പാപ സാഹചര്യങ്ങളിൽ വീണുപോകും, ചില പ്രമാണ ലംഘനങ്ങളിൽ വീണുപോകും. എന്നിട്ട് ഈ മക്കൾ എന്നേക്കുമായിട്ട് നിരാശയിൽ അടിപ്പെട്ട് കഴിയുന്ന മക്കൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. പ്രിയമുള്ള ദൈവജനമേ, അവരോടെല്ലാം നിങ്ങൾ പറയണം, എന്നാലും ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ പാപം ചെയ്താലും ഇനി ഈ അവസ്ഥയിലാണെങ്കിലും ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ അളക്കരുത്. കർത്താവിൻ്റെ കരുണ നമ്മുടെ പാപത്തെ ആശ്രയിച്ചല്ല, ആത്മാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് കർത്താവിൻ്റെ കരുണ. ഒരിക്കലും ദൈവത്തിൻ്റെ കരുണ എൻ്റെ പാപം കൂടുന്നതനുസരിച്ച് കുറയുന്നതോ എൻ്റെ പാപത്തിൻ്റെ തോതനുസരിച്ച് വ്യത്യാസം വരുന്നതോ അല്ല ദൈവത്തിൻ്റെ കരുണ. കർത്താവ് കരുണ കാണിക്കുന്നത് ഈ ശരീരത്തോടല്ല, ഇതിൽ വസിക്കുന്നവൻ്റെ ആത്മാവിനോടാണ്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇതിനുള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോടാണ് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങളുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഈ ആത്മാവിന് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് എത്താൻ സ്നേഹം പോരാ, സ്നേഹം മാത്രം പോരാ, സ്നേഹം മാത്രം കൊണ്ട് നടക്കില്ല, അളവുകളില്ലാത്ത സ്നേഹം വേണം. ഈ അളവുകളില്ലാത്ത സ്നേഹം, നിന്ദിച്ചാലും സ്നേഹിക്കുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തിയാലും സ്നേഹിക്കണം, തല്ലിയാലും തല്ലി ഉപദ്രവിച്ചാലും കല്ലെറിഞ്ഞാലും കൊന്നാലും സ്നേഹിക്കുന്ന സ്നേഹം വേണം ആ മനുഷ്യരെ, ആ ആത്മാവിനെ സ്വർഗത്തിൽ തിരിച്ചെടുക്കാൻ എന്നുള്ള ബോധ്യം, എന്നുള്ള എന്താ പറയുക, കർത്താവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ കർത്താവായ ദൈവം സ്നേഹം എന്നുള്ള തലം മാറ്റി അതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമായ കരുണയുടെ തലമാണ് കർത്താവ് മനുഷ്യ മക്കൾക്ക് നേരെ നീട്ടുന്നത്, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പറയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറയിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറയിൽ നിന്ന് മരിച്ചു പോയതിൽ ഒത്തിരി പേര് നല്ല മരണം പ്രാപിച്ചവരുണ്ട്. അതായത് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരുങ്ങി മരിച്ചുപോയ ഒത്തിരി പേര് നമുക്കറിയാം. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തവരുണ്ട്, ഭ്രൂണഹത്യയിലൂടെ കൊല്ലപ്പെട്ട കുഞ്ഞുമക്കളുണ്ട്. അതുപോലെ നമ്മുടെ തലമുറയിൽ കൊലപാതകത്തിൻ്റെ അരൂപികളുണ്ട്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയ തള്ളയും കുഞ്ഞുമുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ തലമുറകളിൽ വല്ല കൊലപാതകം നമ്മുടെ തലമുറയിലുള്ളവർ ചെയ്തവർ, നമ്മുടെ തലമുറയിലുള്ളവർ കൊലപാതകം മൂലം കൊല്ലപ്പെട്ടവർ, പല തരത്തിൽ മരണം ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യും. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലും ദൈവനിശ്ചയപ്രകാരം ഒരു വ്യക്തി മരിക്കുന്നെങ്കിൽ ആ മരണം ഒരുക്കത്തോടു കൂടെയുള്ള മരണമാണ്. അതാണ് ബൈബിളിൽ വചനം പഠിപ്പിക്കുന്നത്. മരണത്തോടുകൂടെ അല്ലാതെ ആരെയും നല്ലതെന്ന് വിളിക്കരുതെന്ന് വചനം പഠിപ്പിക്കുന്നത്. കാരണം മരണത്തിലറിയാം എന്തായിരുന്നു വ്യക്തി എന്നുള്ളത്, മരണത്തിലേ അറിയാൻ പറ്റും. മരണത്തിന് മുമ്പ് വരെ നമ്മളെല്ലാം പ്രദർശിപ്പിക്കുന്ന നമ്മുടെ മൂട് പടങ്ങളുണ്ട്. പക്ഷെ കർത്താവിൻ്റെ മുൻപിൽ അത് ഓടത്തില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ അത് ഓടത്തില്ല. നമ്മൾ ഏത് പാപ അവസ്ഥയിലാണോ അത് മരണത്തിൽ കാണിക്കും. ഏത് പാപത്തിലായിരുന്നു എന്നുള്ളത് മരണം വിളിച്ചു പറയും. ഏതൊരു വ്യക്തിയും മരണം വരെ നിനക്ക് പലതും മറച്ചു വെക്കാൻ പറ്റും ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന്. പക്ഷെ നിന്റെ മരണം വിളിച്ചു പറയും നീ എന്തായിരുന്നു എന്നുള്ളത്. നിന്റെ മരണം വിളിച്ചു പറയും ലോകത്തോട് ഇവൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. നിന്റെ മരണം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറും. എന്ത് സാക്ഷ്യം? ഇതുപോലെ ജീവിക്കരുതെന്നുള്ളൊരു സാക്ഷ്യം, കാഴ്ചയുടെ നേർ സാക്ഷ്യമായിട്ട് നിന്റെ മരണത്തെ മാറ്റാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട്
നല്ല മരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, കർത്താവിൻ്റെ കരുണയാണ്, കർത്താവ് തന്നൊരു ദാനമാണ്, തരുന്നൊരു ദാനമാണ്. അപ്പോൾ ഈ ഒരു ദാനം നമ്മൾ സ്വീകരിക്കാൻ, നല്ല മരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മളെ ഭരിക്കുന്ന പൈശാചിക ശക്തികൾക്കുമേൽ ആധിപത്യം നമ്മൾ നേടണം. ഈ ലോകത്തിൽ നമ്മളെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികൾക്കുമേൽ ആധിപത്യം നമ്മൾ നേടണം. നമ്മളെ പാപത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥതയുടെ കെട്ടുകൾക്ക് മേൽ ആധിപത്യം നേടണം. ഈ ആധിപത്യം നമ്മൾ നേടിക്കഴിയുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവജനമേ മരണഭയത്തിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിക്കും. മരണഭയത്തിൽ നിന്നൊരു മോചനം കർത്താവ് നമുക്ക് തരും. ഈ ഒരു മോചനം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഏത് പാപമാണോ നമ്മളെ നല്ല മരണത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു അരൂപി എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം. ഏത് പാപം നമുക്കറിയാം, ഞാൻ ഈ പാപത്തിൽ തുടരുക, ഞാൻ ഈ പാപത്തിലാണ്, എൻ്റെ ജീവിതം ഈ പാപത്തെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല, ഞാനിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ ഒരു കുറവുകളുള്ളത് നമുക്കറിയാം. മരണത്തെ ഓർത്ത് അതെടുത്തു മാറ്റണം പ്രിയപ്പെട്ടവരെ, മരണത്തെ ഓർത്ത് അതെടുത്തു മാറ്റണം. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളിന്ന് പുറപ്പെടേണ്ട ശക്തിയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാണ് എന്നിൽ നിന്ന് നിങ്ങളിന്ന് പുറപ്പെടേണ്ട. അവൻ്റെ ശക്തിക്ക് അളവിൽ, അവൻ്റെ ശക്തിക്ക് പ്രായഭേദ വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഒന്ന് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഈ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നു. പിശാചു ബാധിതനെ സുഖപ്പെടുത്തുകയല്ല വേണ്ടത്, പിശാചു ബാധിതനെ പൈശാചിക പീഡയിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്ന പിശാചു ബാധിതനെ സുഖപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ദൈവത്തിന് നമ്മോട് പ്രദർശിപ്പിക്കുന്ന കരുണയുടെ മറ്റൊരു തലം. ആ ഒരു ഹെഡിങ്ങിൽ തന്നെയുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് അത് നമ്മളോട് കർത്താവ് വചനത്തിൽ തന്നെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുള്ളത്. ഈ ഒരു പൈശാചിക പീഡ നമ്മുടെ തലമുറകളിൽ ഉണ്ടായിരുന്ന ഒരു പീഡ, നമ്മളിലുള്ള ഒരു പീഡ, നമ്മുടെ മക്കളിലേക്ക് നമ്മളിലൂടെ പകരപ്പെട്ട ഒരു പീഡ. ഈ ഒരു പീഡയിൽ നിന്ന് പ്രിയപ്പെട്ട ദൈവജനമേ പുറത്ത് വരണം, പുറത്ത് കൊണ്ടുവരുവാൻ ദൈവം തയ്യാറാണ്. വില കൊടുത്താൽ ദൈവം നമ്മളെ ആ പീഡയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. ചില പീഡകൾ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കാതെ എൻ്റെ സ്വഭാവത്തിൻ്റെയാ, എൻ്റെ കുടുംബത്തിൻ്റെയാ, ജന്മം കൊണ്ട് ഞാൻ ഇങ്ങനെയാ. അല്ല, ചിലർ പറയുന്നത് എൻ്റെ ആന്തരിക മുറിവാ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ എൻ്റെ ഇത്രയും വയസ്സിൽ ഇങ്ങനെ. ഇതൊന്നുമല്ല. ആന്തരിക മുറിവിന് മാക്സിമം പോയാൽ നമ്മുടെ മെച്യൂർഡ് ആകുന്ന ടൈം വരെ ആന്തരിക മുറിവുള്ളൂ. മെച്യൂർഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആന്തരിക മുറിവിൻ്റെ തലയിലൊന്നും കെട്ടി വയ്ക്കരുത്, നിങ്ങളുടെ സ്വഭാവം അത്. അതുകൊണ്ട് ആന്തരിക മുറിവല്ല, ആന്തരിക മുറിവിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയിലും ആന്തരിക മുറിവെന്ന് പറയുന്നൊരവസ്ഥയില്ല. ആന്തരിക മുറിവ് നിങ്ങൾ കൗദാശിക സ്വീകരണം, അതായത് കൂദാശ സ്വീകരണത്തിലൂടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ ബലിയിൽ ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ കുമ്പസാരത്തിൽ ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നുണ്ട്. ദണ്ഡവിമോചന പ്രാർത്ഥനകളിൽ ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധമായ അഡോറേഷൻ്റെ സമയത്ത്, ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നുണ്ട്. ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കാൻ ആന്തരിക സൗഖ്യ ധ്യാനമല്ല, അതൊരു വഴി മാത്രമാണ്. ബാക്കിയുള്ള വഴികളെല്ലാം അടഞ്ഞു കിടക്കുകയല്ല, മറിച്ച് ആന്തരിക മുറിവ് നിങ്ങളെ ഒരിക്കലും പാപിയാക്കുന്നില്ല. ആന്തരിക മുറിവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില വൈകൃതങ്ങൾ നമ്മൾ കാണിക്കും. നിങ്ങളുടെ സ്വഭാവത്തിൽ ചില വൈകൃതങ്ങൾ സാധാരണയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയാം ആന്തരിക മുറിവാണ്. അന്ന് എനിക്ക് കുഞ്ഞുനാളിൽ ഇങ്ങനെ ഒരു മുറിവുണ്ടായി, അന്ന് ഞാൻ ഇങ്ങനെ സ്നേഹം കിട്ടിയിട്ടില്ല, അന്ന് അമ്മയിൽ നിന്ന് ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ കൺസീവ് ആയിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മുറിവ് അമ്മയ്ക്ക് കിട്ടിയതിൻ്റെ ബാക്കി എനിക്കുണ്ട്. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ മെച്യൂർഡ് ആകുന്നത് വരെ, നമ്മുടെ കൺഫർമേഷന് സമയം വരെ ഈ ഒരു സംഭവം ഉള്ളൂ പ്രിയപ്പെട്ട. അതിനപ്പുറത്തേക്ക് ഇത് ഇല്ല. അതിനപ്പുറത്തേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അലസതയാണ്. അത് എല്ലാം ആന്തരിക മുറിവിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നമ്മളിങ്ങനെ സ്വതന്ത്രരാകാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിയല്ലത്. 90 വയസ്സുള്ള ഒരു അമ്മയെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആന്തരിക മുറിവുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ്. 90 വയസ്സ്, ഇനി എപ്പോൾ മുറിവ് മാറാനാ? ഇനി എപ്പോഴാണ് മുറിവ് മാറാനേ? 90 വയസ്സിൽ ആന്തരിക മുറിവും പിടിച്ചുകൊണ്ടിരിക്കുക. ഇത് 90 വർഷം ഈ പെണ്ണുമ്പോൾ പാഴാക്കിയില്ലേ കർത്താവേ? ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു പോയി. ആന്തരിക മുറിവിൻ്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, നമ്മുടെ സ്വഭാവത്തിൽ ദൈവിക ചൈതന്യം കൊണ്ടുവരുന്നതിൽ നിന്ന് നമ്മൾ മാറ്റി നമ്മൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ ജീവിക്കുക. എന്നിട്ട് പറയുന്നത് ഇതല്ല ആന്തരിക മുറിവാണ്. ഒന്നുമല്ല. ഞാൻ തീരുമാനമെടുത്താൽ ആന്തരിക മുറിവിനേക്കാൾ കർത്താവിൻ്റെ കരുണ, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നിർവീര്യമാക്കപ്പെടാത്ത ഒരു മുറിവും ലോകത്തിലൊരു വ്യക്തിക്കും ഇല്ല.
കാരണം അവൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ പാപക്കറകളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം. ആമേൻ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ രക്തത്തിൻ്റെ പ്രത്യേകത തളിക്കപ്പെടുന്നത് നമ്മുടെ ആത്മാവിലാണ്. പരിശുദ്ധ രക്തം തളിക്കപ്പെടുന്നത് ആത്മാവിലും വിടുതൽ ജീവിതത്തിലും കിട്ടും. അതാണ് പരിശുദ്ധ രക്തത്തിൻ്റെ പ്രത്യേകത. അതൊരിക്കലും പരിശുദ്ധ രക്തം ഒരിക്കലും അവിടെ തളിക്കപ്പെടട്ടെ ഇവിടെ തളിക്കപ്പെടട്ടെ എന്ന് പറയാൻ പാടില്ല. വിലയുള്ളതാണ്, വാല്യൂ ഉള്ളതാണ്. നമ്മൾ പറയും ഇവിടെ ഒരു ബന്ധനമുണ്ട്, ആ മൂലയിൽ എന്തോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, യേശുവിൻ്റെ പരിശുദ്ധ രക്തം അവിടെ തളിക്കപ്പെടട്ടെ. അല്ല, യേശു രക്തം ചിന്തിയത് പാപങ്ങളുടെ കടം പോക്കാനാ, പാപികളെ സ്വർഗത്തിലേക്ക് നേടാനാ. അപ്പോൾ രക്തം തളിക്കപ്പെടേണ്ടത് എവിടെയാണ്? നമ്മുടെ ആത്മാവിലാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ മേലാണ് യേശുവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടേണ്ടത്. യേശുവിൻ്റെ പരിശുദ്ധ രക്തം കാണുന്നിടത്തും കണ്ടെടുത്ത് എല്ലാം തളിക്കാനായിട്ട് അതൊരു എന്താ പറയുക, ഫെനോയിൽ അല്ലത്. അത് തളിക്കേണ്ടത് എൻ്റെ ആത്മസ്ഥിതിയിൽ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടണം. ആന്തരിക മുറിവ് ആത്മാവിനാണെങ്കിൽ പരിശുദ്ധ രക്തം അവിടെ തളിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിടുതൽ കിട്ടുന്ന മേഖലകളാണ് ഞാൻ, എൻ്റെ ആരോഗ്യം, എൻ്റെ ജോലി, ഞാനായിരിക്കുന്ന അവസ്ഥകൾ, എൻ്റെ കുടുംബം, എൻ്റെ മണ്ണ്. ഇതിലെല്ലാത്തിലേക്കും വിടുതൽ കിട്ടണമോ? മണ്ണിലല്ല തളിക്കേണ്ടത് യേശുവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കേണ്ടത്. മണ്ണിൽ വസിക്കുന്നവൻ്റെ ആത്മാവിലാണ് യേശുവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കേണ്ടത്. ആത്മാവിൽ വിശുദ്ധീകരണം നടക്കുമ്പോൾ മണ്ണിന് വിടുതൽ കിട്ടും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. കാരണം യേശുവിൻ്റെ പരിശുദ്ധ പ്രീഷ്യസ് ബ്ലഡ്, അത് എന്താ പറയുക, അതിനെ നമ്മൾ എങ്ങനെ വിളിക്കുമോ? അതിനെ എങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തളിക്കാൻ നമുക്ക് എങ്ങനെ തോന്നും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയെല്ലാം ഇതെടുത്ത് ഉപയോഗിക്കുന്നു അവിടെയെല്ലാം നിങ്ങൾ കാണുന്നില്ല, അത് തളിക്കപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ രക്തം വീഴട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ വീഴും, ഉറപ്പാണ്. അപ്പോൾ അത് വീഴുന്നിടം വൃത്തികേടായിട്ടുള്ള ഇടത്തുകൊണ്ട് യേശുവിൻ്റെ പരിശുദ്ധ രക്തം തളിക്കേണ്ടത് അവിടെ അല്ല. അവിടെ താമസിക്കുന്ന വ്യക്തികളെ ആത്മാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടുകയും ആ വ്യക്തിയിലൂടെ ആ ഭൂമി വിശുദ്ധീകരിക്കപ്പെടുകയും വേണം. ഒരു പ്രകൃതിക്കും ഡയറക്റ്റ് പ്രകൃതിയെ അശുദ്ധമാക്കാൻ പറ്റില്ല. മനുഷ്യനാണ് പ്രകൃതി അശുദ്ധമാക്കുന്നത്. മണ്ണിന് ദോഷമുണ്ടോ? മനുഷ്യനിലൂടെയാണ്. മണ്ണിലേക്ക് ദോഷം വരുന്നില്ല, ഭൂമിയിലേക്ക് ദോഷം വരുന്നില്ല, മനുഷ്യനിലൂടെയാണ് ദോഷമാക്കപ്പെട്ടത് സകലതും. ആമേൻ, ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയായി കണ്ടെങ്കിലും നന്മയുടെ പുറത്ത് നീ പരിശുദ്ധ രക്തം തളിക്കരുത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയായി കണ്ടതിന് തിന്മയാക്കാൻ ദൈവമല്ല കാരണക്കാരൻ, മറിച്ച് ജന്മം കൊടുത്ത അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിലൂടെ കർത്താവ് ലോകത്തിലേക്ക് വിട്ട മനുഷ്യരിലൂടെയാണ് പാപം പെരുകിയത്. അപ്പോൾ ഭൂമിക്ക് ദോഷം, സ്ഥലത്തിന് ദോഷം, വീടിന് ദോഷം, അവിടെ ദോഷം, ഇവിടെ ദോഷം, എല്ലാത്തിനും ദോഷമുള്ളിടത്തുകൊണ്ടേ പരിശുദ്ധ രക്തം തളിക്കരുത്. ആരിലൂടെ ദോഷമാക്കപ്പെട്ടോ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ മേലാണ് പരിശുദ്ധ രക്തം തളിക്കപ്പെടേണ്ടത്. അതുവഴി അവിടുത്തെ കെട്ട് അഴിയപ്പെടും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലൂടെ എവിടെയെല്ലാം അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ടോ നമ്മിലൂടെ അതെല്ലാം വിശുദ്ധമാക്കപ്പെടണം. ഞാൻ മൂലം അശുദ്ധി കടന്നു വന്ന മേഖലകളിലെല്ലാം എൻ്റെ വിശുദ്ധീകരണം മൂലം ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു ചെന്നതിനെ വിശുദ്ധീകരിച്ചോളൂ. ഞാൻ മൂലം ഏതെല്ലാം സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ടോ, പ്രമാണ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ, ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ ഞാൻ ചെയ്ത ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ ഏതെല്ലാം ഭൂമി, ഭവനം, ദേശം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, സാധാരണ അധിവസിക്കാൻ ഞാൻ അവിടെ ഒരു കൂര പണിതിട്ടുണ്ടോ, പ്രിയപ്പെട്ട ദൈവജനമേ, അവിടേക്കെല്ലാം എൻ്റെ വിശുദ്ധീകരണത്തിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു ചെന്നതിനെ വിശുദ്ധീകരിക്കും. ആമേൻ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞാനാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ പരിശുദ്ധ രക്തം എൻ്റെ ആത്മാവിൽ തളിക്കണം. എൻ്റെ ആത്മവിശുദ്ധീകരണത്തിലൂടെ എൻ്റെ ശരീരവും ഞാനായിരിക്കുന്ന അവസ്ഥകൾ, എൻ്റെ ഭവനവും എൻ്റെ മണ്ണും വിശുദ്ധീകരിക്കപ്പെടണം. സ്ഥലങ്ങൾക്കല്ല പ്രശ്നം, വ്യക്തികളാണ് സ്ഥലങ്ങളെ ദോഷമാക്കിയത്. സ്ഥലത്തിന് നേരിട്ടല്ല ദോഷം, വ്യക്തികളിലൂടെ അല്ലാതെ ഒന്നും മലിനമാക്കപ്പെടില്ല. മനുഷ്യരിൽ തിന്മ പ്രവർത്തിച്ച് മനുഷ്യരിലൂടെയാണ് എല്ലായിടത്തും സാത്താൻ്റെ അധിനിവേശം കടന്നു വരുന്നത്. നേരിട്ടല്ല. എല്ലായിടത്തും മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഒരു വിഹിതമില്ലാതെ സാത്താൻ ഒരു മണ്ണിലും കുടിയിരിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ പാപത്തിൻ്റെ വിഹിതമില്ലാത്ത ഒരു ഭവനത്തിലും സാത്താൻ കുടിയിരിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ എവിടെയുണ്ടോ ആ മണ്ണേ അശുദ്ധമാക്കപ്പെടുകയുള്ളൂ. വിശുദ്ധമായ പ്രാർത്ഥനയിൽ ഒരു വ്യക്തി വന്ന് താമസിക്കുമ്പോൾ ആ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടേണ്ടത്. നമ്മിലൂടെ
ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടേണ്ടത് ഞാനും നിങ്ങളുമാകുന്ന ക്രിസ്തീയ മക്കളിലൂടെ, ലോകത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ അനുനയിക്കുന്ന മക്കളിലൂടെ വേണം കർത്താവിൻ്റെ ശക്തി പുറപ്പെടാൻ. കർത്താവ്, ഇവിടെ പ്രശ്നമുണ്ട്, നീ ഇവിടെ ഇറങ്ങി വരണേ എന്നല്ല, ഇവിടെ പ്രശ്നമുണ്ട്. ചെങ്കടലിന് നേരെ വടി നീട്ടിയത് മോശയാ. ദൈവം ചെങ്കടൽ വിഭജിക്കപ്പെടട്ടെ എന്ന് പറയുന്നില്ല. പാറയിൽ അടിക്കാൻ പറഞ്ഞത് മോശയോടാ. പാറയിൽ അടിച്ചപ്പോഴേ വെള്ളം കിട്ടിയുള്ളൂ. ദൈവം പാറ തുറന്ന് വെള്ളം കൊടുത്തില്ല. എല്ലായിടത്തും മനുഷ്യരിലൂടെ 5 അപ്പം വിഭജിച്ച് കൊടുക്കാൻ വേണ്ടി ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നാണ് ചോദിച്ചത്. അവിടെയും ദൈവം അപ്പം വായുവിൽ നിന്ന് സൃഷ്ടിക്കുന്നില്ല. എല്ലായിടത്തും മനുഷ്യരിലൂടെയാണ് വിശുദ്ധീകരണം ദൈവം നടത്തുന്നത്. ലോകം മുഴുവനും മനുഷ്യരിലൂടെ. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഇടം, വിശുദ്ധീകരണം നടക്കണമെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരിലൂടെയാണ് കർത്താവ് അത് ചെയ്യത്തുള്ളൂ. നേരിട്ടൊരു ഭൂമിയും കർത്താവ് വിശുദ്ധീകരിക്കുന്നില്ല, നമ്മിലൂടെയാണ്. ഏത് കെട്ടും ഏത് തിന്മയുടെ അരൂപികളും വിട്ടുമാറുന്നത് നമ്മിലുള്ള പ്രാർത്ഥനയും നമ്മിലുള്ള പരിത്യാഗ പ്രവൃത്തികളിലൂടെയാണ്. ദേശത്തിൻ്റെ, തിന്മയുടെ, കുടുംബത്തിൻ്റെ, ഭവനത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥകളുടെ സകല കെട്ടുകളും വിട്ടുപോകുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മിലൂടെയാണ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മരണങ്ങൾ, ചില തലമുറയിൽ വന്നിരിക്കുന്ന ചില കെട്ടുകൾ, ചിലതെല്ലാം നമ്മളെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന തരത്തിൽ സാത്താൻ ഇടപെടും. അതിന് കാരണം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന, നമ്മളിൽ പ്രവർത്തിക്കുന്ന പാപത്തിൻ്റെ ചങ്ങലകളാണ്. എന്നിൽ നിങ്ങളിലുള്ള ചില പാപത്തിൻ്റെ ചങ്ങലകൾ അനുസരിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇവൾ സ്പിരിറ്റുണ്ട്, തിന്മയുടെ ശക്തികളുണ്ട്. അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ നാളെ എന്ന് പറയാനൊരു ദിവസം നമുക്ക് അവശേഷിക്കില്ല. നമ്മൾ നോക്കുമ്പോൾ എത്ര നല്ല മനുഷ്യനാ, എത്ര നല്ല തങ്കപ്പെട്ടതാ. ഒന്നുമല്ല, തമ്പുരാൻ അറിയാം നീ എന്താണെന്നുള്ളത്. ദൈവത്തിന് മാത്രം അറിയാം നീ എന്താണെന്നുള്ളത്, മറ്റാർക്കും അറിയത്തില്ല. ദൈവത്തിനെ അറിയത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരുടെ മുന്നിൽ നീ ഇങ്ങനെ മൂടുപടം, മുഖത്തിൻ്റെ ഒരു മൂടുപടം വെച്ചുകൊണ്ടാണ് നടക്കണേ. അത് വെച്ചുകൊണ്ട് നിനക്ക് ഈ ഭൂമിയിലുള്ളവരെ പറ്റിക്കാൻ പറ്റും. ആത്മാവിനെ, സ്വന്തം ആത്മാവിലേക്കൊന്ന് തിരിഞ്ഞടക്കൊന്ന് നോക്കിയാൽ അവിടെ പറ്റിക്കാൻ പറ്റില്ല. കണക്ക് കൊടുക്കേണ്ടി വരും അവനവൻ്റെ ജീവിതം കൊണ്ട്. ഇത് കേട്ടിട്ട് പാപത്തെ ഉപേക്ഷിക്കുന്നില്ലേ, കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവർ. ഈശോ പറയുന്നുണ്ട്, 12 പേരെ കർത്താവ് 12 പേരെ കാണിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. ബോധപൂർവം ചെയ്യുന്ന, മാരകഭാവം ചെയ്യുന്ന 12 ഈ കൂട്ടത്തിലുണ്ടെന്ന് ഈശോ പറയട്ടെ. എന്തുകൊണ്ടാണ്? അവിടെ ഞാൻ നേരത്തെ മുതൽ ഞാനത് തന്നെ പറയണേ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റണില്ലേ? ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ല, സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിൽ വചനം പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ പറയാത്ത സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട്. ചില പാപം എന്നേക്കുമായിട്ട് ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നൊരു കണക്ഷൻ നമ്മളിന്ന് എടുത്തു മാറ്റും. ചില പാപങ്ങൾ. അപ്പം നമ്മൾ ഇത്രത്തോളം പ്രാർത്ഥനയുള്ള മക്കളാണെങ്കിൽ പോലും ചില അവസ്ഥകളുണ്ട് നമ്മളിൽ, ചില തിന്മകളുണ്ട്, ചില അരൂപികളുണ്ട്. തിരിച്ചറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളയും തോറും അതിന് വളരാനുള്ള വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് വളരാനുള്ള വളം ഇട്ട് കൊടുക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ അവസ്ഥകൾ മാറണമെങ്കിൽ തിരിച്ചറിവുണ്ടാകണം. ഞാൻ പറഞ്ഞില്ല, ഒരു ഭൂമിയും നേരിട്ട് അശുദ്ധമാക്കപ്പെടുന്നില്ല മനുഷ്യനിലൂടെ അല്ലാതെ, മനുഷ്യൻ്റെ പാപത്തിലൂടെ അല്ലാതെ ഒരു ഭൂമിയും അശുദ്ധമാക്കപ്പെടത്തില്ല. ഒരു തിന്മയും നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാനായിട്ട് കരുതിക്കൂട്ടി സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വരില്ല. വ്യക്തികളിലേക്ക് തിന്മ കടത്തിവിട്ട് വ്യക്തികളിലൂടെയേ എല്ലാ വസ്തുക്കളും നശിപ്പിക്കപ്പെടുകയുള്ളൂ. പാപത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെടത്തുള്ളൂ വ്യക്തികളിലൂടെ. അപ്പോൾ മാനസാന്തരം വസ്തുവിനല്ല, വ്യക്തിക്കാണ് ഉണ്ടാവേണ്ടത്. വിശുദ്ധീകരണം വസ്തുവിന് വ്യക്തിയിലൂടെ കൊടുക്കാൻ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന അസ്വസ്ഥതയുടെ കെട്ടുകൾ അഴിയപ്പെടണം പ്രിയപ്പെട്ടവർ. ചില കെട്ടുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. ചില പാപത്തിൻ്റെ, ബോധപൂർവം ചെയ്യുന്ന ചില പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ സാത്താൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയൊരു ഒബ്ജക്റ്റാണത്. നമ്മുടെയൊക്കെ മനസ്സിൽ സാത്താൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും ചില സംഭവങ്ങൾ. ആ കുടുംബത്തെ തകർന്ന് തരിപ്പണമാക്കും. ആ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ചില വസ്തുവകകൾ അവൻ കൊണ്ടുവന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലും അവൻ്റെ പ്രവൃത്തിയിലൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിലുള്ള പാപത്തിൻ്റെ മേഖലകൾ, നമ്മളിലുള്ള തിന്മയുടെ കെട്ടുകൾ, നമ്മൾ ബോധപൂർവം അനുവാദം കൊടുക്കാതെ ഒരു തിന്മയുടെ ശക്തിയും നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കില്ല. ഇത് കൊണ്ടുവന്ന് വെക്കുന്നത് നമുക്ക് ഓർമ്മയുള്ളൂ, പിന്നെ അത് മറന്നുപോകും, മറയിപ്പിച്ചു കളയും. ചില തെറ്റുകൾ ഇതാണ്. ചില തെറ്റുകളിൽ തരുന്ന ചില ലാളനകളുണ്ട്, ചില തെറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ചില സുഖങ്ങളുണ്ട്. ചില ദേഷ്യപ്പെടലിൽ, മറ്റുള്ളവർ കരയുമ്പോൾ, മറ്റുള്ളവരെ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് തരുന്നൊരു സന്തോഷം സാത്താൻ തരും. ചില ആനന്ദം തരും. ചില പാപങ്ങളിൽ ഒഴുകുമ്പോൾ ഇതിങ്ങനെയാണെന്നൊരു ആനന്ദം തരുന്ന ഈവിൾ സ്പിരിറ്റുകളുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തെ ഭരിച്ച് അതിനെ നിർമൂലനാശമാക്കുന്നത് വരെ കുടുംബത്തെ വിട്ടുപോകത്തില്ല. ഇത് കുടുംബത്തിൽ കിടന്ന് കളിക്കും. ഈ പാപത്തിലായിരിക്കും ആ കുടുംബം മൊത്തം തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിലായിരിക്കും ആ കുടുംബം മൊത്തം തീരുന്നത്. ഈ പാപത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻസിനെ തകർക്കാനായിട്ട് 4 വശത്തു നിന്ന് തകർക്കുക. പോരാത്തതിന് നമുക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ശത്രുക്കളുടെ ആവശ്യമില്ല, അറിയാമല്ലോ. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ പ്രത്യേകത അതാ. നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ശത്രുക്കളെ സ്വീകരിക്കാറില്ല, നമ്മൾ തന്നെ അടിച്ചു തീരും. അങ്ങനെയാണ് നമ്മുടെ രീതി. അതാണ്. പുറത്തുനിന്ന് ശത്രുക്കൾ ഇപ്പോൾ തൽക്കാലം വേണ്ട, ഇപ്പോൾ ഇവിടെ ഉള്ളത് തീരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് സ്വീകരിക്കുക. അതുകൂടാതെ 4 വശത്ത് നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളെ 4 വശത്ത് നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുക. പ്രിയമുള്ള ദൈവജനമേ, അറിയണം, കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ കടന്നു വരണമെങ്കിൽ കരുണ ഒഴുകുന്ന വഴികൾ പ്രിയപ്പെട്ടവരെ അടച്ചു കെട്ടിക്കളയരുത്. കരുണയ്ക്ക് തടസ്സം വരുന്നത് മേഖലകളുണ്ട്. കരുണയ്ക്ക് തടസ്സം വരുമ്പോൾ കരുണക്കൊന്തയില്ല, കരുണയുടെ തടസ്സം മാറില്ല. അതാദ്യം മനസ്സിലാക്കാം. കരുണയ്ക്ക് തടസ്സം വരുന്ന ഒരു വ്യക്തിയിൽ കരുണയുടെ തടസ്സം മാറാൻ ചൊല്ലേണ്ടതല്ല കരുണക്കൊന്ത. കരുണയ്ക്ക് തടസ്സം വരണമെങ്കിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കണം. പാപത്തെ വെറുത്തുപേക്ഷിക്കാത്തിടത്ത് കരുണയുടെ തടസ്സം വിട്ടുമാറില്ല. നിങ്ങൾ എത്ര കരുണക്കൊന്ത ചൊല്ലിയാലും ഏത് തടസ്സമാണോ അതിനെ വിട്ടുപോകത്തില്ല, കുടുംബത്തെ വിട്ടുപോകത്തില്ല. ആ തിന്മയുടെ അരൂപി നമ്മുടെ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുക്കമില്ലാതെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കൊറോണ മൂലം മരണപ്പെട്ട, വേണ്ടുന്ന രീതിയിൽ സംസ്കാര ചടങ്ങുകളൊന്നും കിട്ടാതെ പോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദഹിപ്പിച്ച് കളഞ്ഞ എത്രയോ മക്കളുടെ ശരീരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പാരമ്പര്യ രീതി അനുസരിച്ച്, നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ചല്ലാതെ ചുട്ടുകരിക്കാൻ വിട്ടുകൊടുത്ത എത്ര ബോഡികളുണ്ട്. ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ മുട്ടുകുത്തണം. അവർക്ക് വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ദുരന്തങ്ങളിലും മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുക്കമില്ലാതെ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള ദൈവജനമേ, നമ്മളുടെ നിയോഗങ്ങൾ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തുമ്പോൾ ഇതുപോലെ ദാഹിക്കുന്ന ആത്മാക്കളുണ്ട്. കർത്താവിനോട് പരാതി പറയുന്ന ആത്മാക്കളുടെ മേഖലകളുണ്ട് നിങ്ങളുടെയൊക്കെ തലമുറകളിൽ. ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് വിളിച്ചു പറയുന്ന നീതിമാന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ മുട്ടുകുത്തണം. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കരയണം. പരിശുദ്ധ ബലികൾ അവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലിക്കണം. അങ്ങനെയെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കാവുന്ന വിഹിതം കൊടുത്തിട്ടേ നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പാടുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അവർക്ക് കൊടുക്കേണ്ട വിഹിതത്തെ ബ്ലോക്ക് ചെയ്യരുത്. ഇതുപോലെ നമ്മുടെ തലമുറകളിൽ പ്രമാണങ്ങൾ ലംഘിച്ച് ജീവിച്ച് മരിച്ചുപോയ വ്യക്തികളുണ്ട്. തലമുറകളിൽ ഇതുപോലെ ലംഘിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബം ഇതുപോലെ അപ്പനും അമ്മയും 2 മക്കളും കൂടി വന്നിട്ട് പറയാം, ഒരു കുടുംബം മൊത്തം വന്നിട്ട് പറയാം, ആത്മഹത്യയുടെ വക്കില ബ്രദർ, ഇനി ഒരു രക്ഷയില്ല, എല്ലാ അവസാനത്തെ അവസ്ഥ വരെ തീർന്ന് ഇനിയൊന്നും പറയാനില്ല, ഇനി എങ്ങും ഓടാനില്ല. ധ്യാനം കൂടാൻ വന്നതാണ്. ധ്യാനം കൂടാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ജാതകം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്? ആരെഴുതി വെച്ചേ? ഈശോ പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് ചോദിച്ചാ, ജാതകം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആരെഴുതി വെച്ചേ? ഞാൻ എഴുതിയിട്ടില്ല. അവൾ പറഞ്ഞു, ഞാൻ എഴുതിയിട്ടില്ല. മക്കളോട് ചോദിക്കണ്ട, കുഞ്ഞുങ്ങളെ. ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല. അവന് ചെയ്തിട്ടുണ്ട്. ഇന്ന അലമാരയിൽ ഇന്ന തട്ടിൽ ഇന്ന തുണിയുടെ അടുത്ത് ഇന്ന സ്ഥാനത്ത് ഇന്ന സാധനം ഇരിപ്പുണ്ട്, പോയി എടുക്കാം. മരിച്ചുപോയി ഇവൻ്റെ അപ്പൻ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ 3 മക്കളാണ്. ഇവൻ്റെ കൂടെയാണ് അപ്പം താമസിക്കുക. മക്കളെ 2 കെട്ടിച്ചു വിട്ട് 2 തകർന്ന് കിടക്കുക. എഴുതി വെച്ചിരിക്കുക. ഇത് തെറ്റല്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് എന്തിന് പ്രിയപ്പെട്ടവർ എനിക്ക് ബോധ്യം തരണം അതെടുത്ത് മാറ്റാൻ? ഇത് ഞാനെങ്ങനെ അറിയാൻ അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന്?
കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചു, ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ട്. ഇവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് വിളിച്ച് ചോദിച്ചു വീട്ടിലേക്ക്. വീട്ടിലുള്ളവർ പറഞ്ഞു, ഉണ്ട്, സാധനം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. ഇവർ കണ്ടിട്ടില്ല ഇത്രയും നാളായിട്ട്. തലമുറകളായിട്ട് കിട്ടിയ വിഹിതങ്ങളുണ്ട് നമുക്ക്. തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ഇതുപോലെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ വിഹിതങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വസിക്കാൻ നമ്മളൊരു കൂര കെട്ടി അതിനെ ഇരുത്തിയിരിക്കുക. ആ സ്പിരിറ്റിന്, ആ രൂപിയെ ഇരുത്തിയിരിക്കുക കൂര കെട്ടി. പിന്നെ എങ്ങനെ കുടുംബത്തിൽ നിന്ന് കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും? പ്രിയപ്പെട്ടവർ, മാറില്ലത്. നമ്മൾ എത്ര കുർബാന ഇരിച്ചാലും, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഇരിക്കേണ്ടത് അവിടെ ഇരിക്കുകയല്ലേ. അതിനെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അതിനെ എടുപ്പിക്കണം. അതിനെ എടുക്കണമെങ്കിൽ അതിന് ബോധ്യം കിട്ടണം. ബോധ്യം കിട്ടണമെങ്കിൽ പ്രാർത്ഥന ചൈതന്യത്തിലേക്ക് നമ്മൾ വരണം. പാപത്തിൻ്റെ വളമില്ലാതെ ഇതിനവിടെ മറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സംഭവം അപ്പനെ എഴുതി വെച്ചത് മക്കൾ കാണണമെങ്കിൽ അവരിലൊരു വിശുദ്ധി ഉണ്ടാവണം. മക്കളിൽ ആ ഒരു വിശുദ്ധി ഇല്ലാത്തിടത്ത് അപ്പനെ എഴുതി വെച്ചിരിക്കുന്ന ഈ സാധനം മക്കളുടെ കണ്ണിൽ പെടില്ല. മക്കളിൽ പാപത്തിൻ്റെ വളമുണ്ടോ, ഈ സാധനം മക്കളുടെ കണ്ണിൽ പെടില്ല. അവരെങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല. അശുദ്ധി ഉള്ളിടത്ത് ഈ സാധനം പെറ്റുപെരുകത്തുള്ളൂ. അശുദ്ധി ഉണ്ടോ, പോകത്തില്ല. വന്ന് കിടക്കുന്നത് ഇങ്ങനെ. ഇത് അവിടെ ഇരുന്ന് നമ്മൾ നോക്കും, ഇത് ഞാൻ ചെയ്ത തെറ്റല്ല, പിന്നെ ആര് ചെയ്ത തെറ്റാ? അപ്പൻ ചെയ്ത തെറ്റാ. അപ്പനോട് പോയി ചോദിക്കും. ആരോട് ചോദിക്കാൻ? അപ്പനോട് പോയി ചോദിക്കാനല്ല, അപ്പൻ ദൈവത്തോട് ചോദിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എൻ്റെ മക്കളോട് പറ. ധനവാന്റെ ലാസറിൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഈ ഒരു അഭിഷേകം. അതായത് നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിൽ മറഞ്ഞിരിക്കുന്ന തിന്മകൾ എന്തെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതിനൊരു അഭിഷേകം. അത് വേണം നമുക്ക്. അത് ചോദിക്കണം. നിങ്ങൾ ഓരോ ധ്യാനത്തിലും നിങ്ങളുടെ നിയോഗങ്ങൾ ചോദിക്കരുത്, തെറ്റാ. നിയോഗങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നിയോഗങ്ങളുടെ കാരണത്തിന് വെളിപ്പെട്ട് കിട്ടാനുള്ള അഭിഷേകം ചോദിക്കുക. ഒരു നിയോഗം വരണമെങ്കിൽ അതിനൊരു റൂട്ട് കോസ് ഉണ്ട്, അതിനൊരു മൂല കാരണമുണ്ട്. അതിൻ്റെ കാരണത്തിൻ്റെ വേര് കണ്ടുപിടിക്കാൻ പറ്റണം. ഓരോ നിയോഗം വരെ, എനിക്ക് ക്യാൻസർ വന്നു, ക്യാൻസറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അല്ല. ക്യാൻസർ വന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു, ആ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ആ ആൻസറാണ് എനിക്ക് കിട്ടേണ്ടത്. എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു, ഞാൻ എങ്ങനെ ക്യാൻസർ രോഗിയായി, അതിൻ്റെ കാരണം തേടി പോകുമ്പോൾ അത് എത്തി നിൽക്കുന്നത് ചിലപ്പോൾ തലമുറയിലേക്കായിരിക്കും. അത് എത്തി നിൽക്കുന്നത് എൻ്റെ പഴയ മറന്നുപോയ പാപത്തിലായിരിക്കും. അത് എത്തി നിൽക്കുന്നത് എൻ്റെ ഏതെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അത് എത്തി നിൽക്കുന്നത്. പക്ഷെ ഞാൻ അതൊന്നും ചിന്തിക്കില്ല. എൻ്റെ ക്യാൻസർ, എൻ്റെ ശ്രദ്ധ ക്യാൻസറിലാണ്, എൻ്റെ കടബാധ്യതയില്ല, എൻ്റെ തൊഴിലില്ലായ്മയില്ല, എൻ്റെ പ്രശ്നത്തില്ല, ഇതിലെല്ലാത്തിനും എൻ്റെ കണ്ണ് കിടക്കും. പക്ഷേ ഞാൻ അതിൻ്റെ ആ വേര് ചികഞ്ഞു പോകുമ്പോൾ അത് നിൽക്കുന്ന മറ്റു പലയിടത്താണ്. എത്തപ്പെടാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയുള്ള വേരുകൾ കണ്ടുപിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി വേണം നിങ്ങൾ ഓരോ ധ്യാനത്തിലും പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, ധ്യാനം കൂടി നടക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്താണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ എന്നുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണം. കാരണം നിങ്ങളാണ് ആ കുടുംബത്തിൻ്റെ കുടുംബനാഥനും കുടുംബനാഥയും. കുടുംബത്തിൻ്റെ അവകാശികൾ നിങ്ങളാണെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാത്തിൻ്റെയും മേൽ അധികാരവും നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ ശുശ്രൂഷകർക്കല്ല അതിൻ്റെ അധികാരം ദൈവം വെച്ച് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ ഉപയോഗിക്കാത്തിടത്തല്ലേ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ച അധികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലൊരു ശുശ്രൂഷകൻ്റെ പുറകെ നിങ്ങൾക്ക് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ ആ അഭിഷേകം സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കൃപയിലേക്ക് നിങ്ങൾ വളരുന്നില്ല? എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടും അതിനോട് മറുതലിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോണേ? യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ നമ്മുടെ എല്ലാ അവസ്ഥകളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആമേൻ, ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. വിശ്വാസത്തോടെ ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ഹല്ലേലൂയാ, പ്രത്യാശയോടെ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്ക് മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണം. ക്ഷണിക്കണം, ക്ഷണിക്കണം. ക്ഷണിക്കപ്പെടാതെ വരില്ല, വിട്ടുകൊടുക്കാതെ വരില്ല. നല്ല നിലമാകാതെ വിതയ്ക്കപ്പെടുകയുമില്ല. വിതച്ച വിത്തുകളെല്ലാം പാഴായിക്കൊണ്ടിരിക്കുക. നമ്മൾ നല്ല നിലമല്ലാത്തത് കൊണ്ട് ദൈവം വിതച്ച വിത്തുകൾ പാഴാകുക, പാറപ്പുറത്തും വഴിയരികിലും ഒക്കെ കിടക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, വിത്തിനല്ല കുഴപ്പം, വിതച്ചവനും കുഴപ്പമില്ല. പിന്നെ എന്തിനാ കുഴപ്പം? നിലത്തിനാ കുഴപ്പം. അവൻ വിതച്ചത് പാറപ്പുറത്തും വീണിട്ടുണ്ട്, വഴിയരികിലും വീണിട്ടുണ്ട്. നിന്റെ ഏതവസ്ഥയിലും ദൈവം വിതയ്ക്കും. അത് ദൈവത്തിൻ്റെ ഡ്യൂട്ടി ദൈവം ചെയ്യും. നീ ഏത് പാപാവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടും. വിതച്ചിട്ടേ അവൻ പോകുള്ളൂ. പക്ഷെ വിതയ്ക്കപ്പെട്ട വചനം മുളയെടുക്കണമെങ്കിൽ നിന്റെ ഇഷ്ടം കൂടാതെ
കർത്താവിന് നിന്നിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പെർമിഷൻ ആവശ്യമുണ്ട്. നീ നനയ്ക്കണം, നീ നട്ട് വളർത്തണം, നീ തന്നെ അതിന് ചുവട് കിളച്ച് വളമിടണം, നീ തന്നെ അതിൻ്റെ കല്ലുകളും കളകളും പറിച്ചു മാറ്റി അതിന് നല്ല വേരോടാൻ പാകത്തിനുള്ള സാഹചര്യം ഒരുക്കണം. വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ളവരിൽ ആരിലും ആദ്യമായിട്ട് ധ്യാനം കൂടുന്നവരൊന്നുമില്ല. എല്ലാവരും ധ്യാനം കൂടി നല്ല തഴക്കവും പഴക്കവും ഉള്ളവരാണ്. ധ്യാന ഗുരുക്കന്മാരെ ധ്യാനിപ്പിക്കാനുള്ള ധ്യാനം കൂടിയവരാണ് മിക്കവാറും. ഞങ്ങൾ ധ്യാനിപ്പിക്കുന്നവരെയൊക്കെ അങ്ങനെയാണ്. ഞങ്ങളെ ധ്യാനിപ്പിക്കാനുള്ള അറിവും എല്ലാം നേടിയവരാണ്. പക്ഷേ ജീവിതത്തിൽ മാറ്റം മാത്രം വരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും വചനം പ്രഘോഷിക്കേണ്ട ഗതികേട് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. നിങ്ങളൊരു ധ്യാനം കൂടി അതിൽ മാനസാന്തരപ്പെട്ട് ബാക്കി നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെ ധ്യാനിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ഈ ചൊറിയും കുത്തിയിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ല. അപ്പം നമ്മളിൽ മാറ്റം വരുത്തണം. നിയോഗങ്ങൾ സമർപ്പിച്ച കൃപ കിട്ടത്തില്ല. കൃപ കിട്ടണമെങ്കിൽ ആത്മാവിനെ സമർപ്പിക്കണം. ഓരോ ധ്യാനത്തിനും ആത്മാവിനെ സമർപ്പിക്കണം. പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോ ചെയ്തതാ സഹനത്തിൻ്റെ പാരമ്യത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത പീഡകൾ അനുഭവിച്ച് കർത്താവ് കിടക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരം മുഴുവൻ 3 ആണിയിൽ ഫുൾ ബോഡി വെയിറ്റ് 3 ആണിയിൽ കിടക്കുമ്പോൾ ഈ ആണി തുളഞ്ഞ് കയ്യിലിരിക്കുക. ഈ വെയിറ്റിലായി കിടക്കണേ. ആ വെയിറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾക്കൊരു പനി വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമോ? ആ സമയത്തും കർത്താവ് തൻ്റെ ആത്മാവിനെ ദൈവസമക്ഷം സമർപ്പിക്കാൻ മറന്നില്ല. ഇത് നമുക്കുള്ളൊരു പാഠമാണ്, ദൈവം തന്നൊരു പാഠം. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളോട് പറയുന്നു, ഈ ധ്യാനമല്ല ഏത് ധ്യാനത്തിന് കൂടാൻ പോകുമ്പോഴും പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ നിൻ്റെ പുത്രൻ സമർപ്പിച്ചതുപോലെ ഞാനും സമർപ്പിക്കാം. എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് നീ അതിനൊരു പുതു സൃഷ്ടിയാക്കി മാറ്റി എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഓരോ ധ്യാനത്തിനും ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് ആത്മവിശുദ്ധീകരണത്തിലൂടെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം ഈശോ എടുത്ത് മാറ്റും. ആത്മവിശുദ്ധീകരണത്തിലൂടെ നിൻ്റെ കുടുംബത്തിലുള്ള അവസ്ഥകളിൽ വലിയ മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറ്റും. ആത്മവിശുദ്ധീകരണം സാധിച്ചു കഴിഞ്ഞാൽ എന്നിലും നിങ്ങളിലുള്ള ചില അഴിയപ്പെടാത്ത കെട്ടുകളൊക്കെ അഴിയപ്പെടുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ശ്വാസത്തോടെ ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ. ആ കെട്ടുകൾ അഴിയപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ എല്ലാ അവസ്ഥകളിലും വലിയൊരു മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് നിങ്ങളുടെ മേലെ. കാരണം പ്രാർത്ഥിക്കുമ്പോൾ കാണാം, വചനം കൊടുക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ പാപമുള്ളതുപോലെ തന്നെ എല്ലാ നിങ്ങളിലും പാപത്തിൻ്റെ അംശം നമ്മൾ വളർത്തുന്ന പാപങ്ങളാണ്. നമ്മൾ ദൈവത്തെ അതുപോലെ ഒന്ന് വളർത്തിയെടുത്തിരുന്നെങ്കിൽ ആ പാപം നമ്മളെ വിട്ടൊഴിഞ്ഞു പോയേനെ. പാപത്തെ നമ്മൾ വളർത്തും, നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും. പാപസുഖങ്ങൾ അറിയാവുന്നത് കൊണ്ട് പാപത്തെ പരിപോഷിപ്പിക്കും. ദൈവത്തിൽ നിന്ന് സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കും. ആ സഹനത്തെ ഒന്ന് പരിപോഷിപ്പിക്കാൻ തീരുമാനമെടുത്ത സഹനം ക്രിസ്തു തന്നെ ആയതുകൊണ്ട് ക്രിസ്തുവിനെയാണ് നമ്മൾ ഊട്ടി ഉറക്കുന്നതും വളർത്തുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് അഴിയപ്പെടാതെ കിടക്കുന്ന ഏത് ചങ്ങലയാണോ യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടും. ഏത് കെട്ടാണോ യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടും. ഏത് രോഗമാണോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കും. ഒന്നും യേശുവിനാൽ അസാധ്യമല്ല. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നും തന്നെയല്ല. അപ്പോൾ ഈ ധ്യാനത്തിന് ഞാൻ വീണ്ടും പറയുന്നു, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ദൈവസമക്ഷം കൊടുക്കുക. നിയോഗങ്ങൾ സമർപ്പിക്കാൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ സമർപ്പിച്ചു. പക്ഷേ ആത്മാവിനെ നിങ്ങൾ സമർപ്പിക്കണം. കർത്താവ് ഇതിനൊരു കറയും കളങ്കവും എല്ലാം എടുത്തു മാറ്റി വളരെ പുണ്യമാക്കപ്പെട്ട ഒന്നാക്കി നീ എനിക്ക് തിരിച്ചു നിനക്ക് സമർപ്പിക്കാം. തിരിച്ചു തരണം. നീ എനിക്ക് വിശുദ്ധീകരിച്ച് നീ എനിക്ക് തിരിച്ചു തരണം. ഈ 3 ദിവസം ഈ ഒരു ട്രെയിനിങ് പീരീഡ് കർത്താവ് തന്നിരിക്കുന്ന നമ്മളെ ഇങ്ങനെയൊന്ന് വീണ്ടും നമ്മളെ കർത്താവ് ഒന്ന് ഉടച്ചു വാർക്കുന്ന 3 ദിവസങ്ങളാണ്. നമ്മൾ കേൾക്കാത്ത പല മേഖലകളിലൂടെ നമ്മുടെ കാതുകളെ കർത്താവ് കൊണ്ടുപോകും. നമ്മൾ കാണാത്തത് പലതും ഈശോ നമുക്ക് കാണിച്ചു തരും. നമ്മൾ സ്തുതിക്കാത്ത ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കും. നമുക്കറിയാത്ത ഭാഷയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ വലിയ അത്ഭുതങ്ങൾ, അടയാളം കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക.
അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, കർത്താവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ, രക്ഷകനായ ദൈവത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, വീണ്ടും ഞാൻ പറയാണ്, നിങ്ങളുടെ ആത്മാവിനെ സമർപ്പിച്ചിട്ടേ നിങ്ങളുടേതായിട്ടുള്ളത് എന്തെങ്കിലും സമർപ്പിക്കാവൂ. നിങ്ങൾ ഏത് നിയോഗം സമർപ്പിക്കുമ്പോഴും ഇതിൻ്റെ മൂല കാരണം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറയണം. ഒരു കടബാധ്യത മാറാതെ നിൽക്കുക. കർത്താവ് ഇതിൻ്റെ മൂല കാരണം, എന്തുകൊണ്ട് ഈ ബാധ്യത എന്നെ വിട്ട് മാറുന്നില്ല, ആ കാരണത്തെ ഈ ധ്യാനം വഴി എനിക്ക് വെളിപ്പെടുത്തി തരണം. എൻ്റെ രോഗം എന്തുകൊണ്ട് ഇത്രയും നാൾ മെഡിസിൻ കഴിച്ചിട്ട് എനിക്കത് മാറുന്നില്ല, കാരണം വെളിപ്പെടുത്തി തരാൻ പറ. രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ഒരു ഇൻറ്റൻഷനും മാറാൻ പ്രാർത്ഥിക്കരുത്. എൻ്റെ കാരണം വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാ. കാരണം വെളിപ്പെട്ട് കിട്ടണം. കാരണം വെളിപ്പെട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ചികിത്സിക്കാം. അതിനെ സ്പിരിച്വലി നിങ്ങൾക്ക് തന്നെ ചികിത്സിക്കാം. നിങ്ങളുടെ കരങ്ങളിൽ അതിനുള്ള ആയുധമുണ്ട്. നിങ്ങൾ നിത്യം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളെ മാത്രമേ ചികിത്സിക്കാവൂ. അത്രയേ ഉള്ളൂ. നമ്മുടെ കരങ്ങളിൽ അതിനുള്ള ആയുധം ദൈവം വെച്ച് തന്നിട്ടുണ്ട്. നമ്മളത് ഉപയോഗിക്കുന്നില്ല. തുരുമ്പ് പിടിച്ച് കിടക്കുക. അതിൽ നിന്നൊരു മാറ്റം ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. പാപത്തെയും പാപവാസനകളെയും പാപപ്രവണതകളെയും സാഹചര്യങ്ങളെയും അതിലേക്ക് നയിക്കുന്ന വ്യക്തികളെയും വെറുത്ത് ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കാത്തത് പിടിച്ചു വെക്കല്ലേ, ദുരിതമാ. നമ്മളല്ലെങ്കിൽ നമ്മുടെ മക്കൾ അതിൻ്റെ ദുരിതം പേറേണ്ടി വരും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഇരിക്കാം. നമ്മൾ കേൾക്കുകയായിരുന്നു മർക്കോസ് 1:21 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ തുടങ്ങിയില്ല, അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അവൻ കഫർനാമിൽ പ്രവേശിച്ച സാബത്ത് ദിവസം ക്രിസ്തു അവരെ പഠിപ്പിച്ചു. പ്രിയമുള്ള ദൈവജനമേ, സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ട സാബത്ത് ദിവസം കർത്താവ് കഫർനാമിൽ പ്രവേശിച്ച് ജനത്തെ പഠിപ്പിച്ചു. യേശുവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞനെ പോലെയുള്ള അധികാരം ഉള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അധികാരമുള്ളവനെ പോലെ പഠിപ്പിക്കുന്നതും ചില പ്രബോധനങ്ങൾ പറഞ്ഞു തരുന്നതും രണ്ടിലും രണ്ടാണ് കൃപ അല്ലെങ്കിൽ അഭിഷേകം നിലനിൽക്കുന്നത്. അധികാരമുള്ളവനെ പോലെ പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് അധികാരമുള്ളതുപോലെ അധികാരപ്പെട്ടത്, അതായത് എനിക്ക് അതോറിറ്റി ഉണ്ട്, എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും എന്ന് പറയണമെങ്കിൽ എന്തു വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുവോ ആ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഞാൻ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി നേടിയവളോ ആയിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ പറ്റും. ആ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രസംഗിക്കാൻ പറ്റും, അധികാരപൂർവം പറ്റില്ല. നമുക്കറിയാൻ പറ്റുന്ന ലോകത്തുള്ള പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും, അത് പ്രസംഗിക്കാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അധികാരമുള്ളവനെ പോലെ പഠിപ്പിക്കാൻ പറ്റില്ല. നിയമജ്ഞരെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുന്നത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും എന്നാൽ അവർക്ക് ഇതിൻ്റെ മേൽക്കോയ്മ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പഠിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ആൾക്കാർ വിസ്മയിക്കാൻ കാരണം എനിക്കിത് അറിയാമെന്ന് കർത്താവ് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതും കർത്താവായ യേശു ക്രിസ്തു അതിന് മുകളിൽ അധികാരം കാണിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ പഠിപ്പിക്കൽ ക്രിസ്തു കൊടുക്കുന്നതിൻ്റെ വ്യത്യാസവും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർ കൊടുക്കുന്നതിനുള്ള വ്യത്യാസവും ഇതാണ്. കർത്താവ് കൊടുത്തത്, കർത്താവ് നമ്മൾ 4 സുവിശേഷങ്ങൾ എടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് ക്രിസ്തു ചെയ്തതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ക്രിസ്തു എന്ത് ചെയ്തുവോ അത് മാത്രം ഞങ്ങൾ അനുകരിക്കുക. അപ്പോൾ ക്രിസ്തു അന്ന് ചെയ്ത് കാണിച്ച് തന്നു മടങ്ങി. അവൻ സാബത്ത് ദിവസത്തിൽ അവൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അല്ലാതെയുമുള്ള ദിവസങ്ങളിൽ അവൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അധികാരം നമ്മൾ കരസ്ഥമാക്കണം. എന്ത് വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുവോ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അധികാരം, അഭിഷേകം കരസ്ഥമാക്കാതെ പഠിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ സാത്താൻ്റെ തിരിച്ചടി നമുക്കുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. പല ശുശ്രൂഷകരും വീണു പോകാനുള്ള കാരണം അതാ. പല ശുശ്രൂഷകരും വീണു പോകും. അതായത് ദൈവം നമ്മൾക്ക് എന്ത് അഭിഷേകമാണോ തന്നിരിക്കുന്നത് ആ അഭിഷേകത്തിൻ്റെ കീഴിൽ വരുന്ന സ്പിരിറ്റുകൾക്ക് മേൽ ആ അഭിഷേകം, രോഗസൗഖ്യവരമാണ് ഒരു ശുശ്രൂഷകന് കർത്താവ് കൊടുക്കുന്നതെങ്കിൽ
ആ രോഗങ്ങൾ, ഏത് രോഗത്തിൻ്റെ മേഖലയിലും ആ ശുശ്രൂഷകൻ്റെ കൈകളിലൂടെ സൗഖ്യം കർത്താവ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷകനിൽ രോഗസൗഖ്യപരമുണ്ട്. അപ്പം ഏത് രോഗത്തിൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ കൈവയ്പ് അധികാരത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ സൗഖ്യം കൊടുക്കാൻ അധികാരപ്പെടുത്തി, രോഗത്തിനുമേൽ അധികാരം കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. പൈശാചിക ശക്തികൾക്കുമേൽ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ശിഷ്യന്മാരെ 72 പേരെ പറഞ്ഞയക്കുന്ന സമയത്തും കർത്താവ് അവരെ അധികാരം കൊടുത്തു. എന്തിൻ്റെ മേൽ? അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്താണ് അവൻ വിട്ടത്. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നടപടി 2:1-4. അതുവരെ ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. അഗ്നിനാവുകളുടെ യുഗത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുൻപും കർത്താവ് ഇവരെ പറഞ്ഞയച്ചപ്പോൾ കൊടുത്തത് അധികാരമാണ്. അതായത് ആ ദേശത്ത് പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ദേശത്ത് അധിവസിച്ചിരുന്ന മക്കളിൽ പ്രവർത്തിക്കുന്ന തിന്മയാകുന്ന അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തിട്ടാണ് അവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് മുൻപ് അധികാരം സ്വീകരിച്ചവരാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. അതുകൊണ്ട് തന്നെ സ്വീകരിക്കപ്പെട്ട അധികാരത്തിൽ നിന്നുകൊണ്ട് ആ അധികാരം വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ അവർ തിരിച്ചെത്തിയിട്ട് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 17, 18, 19 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത്. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ടാണ് വീണ്ടും ഒരധികാരം കൂടെ അവർക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അഭിഷേകമല്ല, അധികാരം. ദ അതോറിറ്റി ഓവർ ദ സ്പിരിറ്റ് ഓഫ്, എന്താ പറയുക, നമ്മുടെ ഈ ഈവിൾ ആൻഡ് അൺക്ലീൻ സ്പിരിറ്റ്, ബ്ലാക്ക് മാജിക് സ്പിരിറ്റ്, അങ്ങനെയുള്ള എല്ലാ അരൂപിക്കുമേൽ ദൈവത്തിൻ്റെ ഒരു അധികാരം നേടിയെടുക്കണം. ഈ അധികാരം നേടിയെടുത്ത് കഴിഞ്ഞാലാണ് പ്രിയപ്പെട്ടവരെ ഈ അധികാരം ലഭിച്ചവൻ പ്രസംഗിക്കുമ്പോൾ ആ പ്രബോധനത്തിൽ കേൾക്കുന്നവർക്ക് വിസ്മയം തോന്നും. ഇത് അവിടെ നിന്ന് കുറച്ച് കിട്ടി, ഇവിടെ നിന്ന് കുറച്ച് കിട്ടി പറയുന്നത് പോലെ അല്ല ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. കർത്താവിൻ്റെ മലയിലെ പ്രസംഗം, കർത്താവ് ഓരോ സ്ഥലങ്ങളിൽ ക്രിസ്തു ശിഷ്യരെ പഠിപ്പിച്ചത്, ക്രിസ്തു അയക്കുന്നത് എല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അത് നിങ്ങളിങ്ങനെ വെറുതെ വായിച്ചു പോകരുത്. ദൈവത്തെ ഓർത്ത് അവൻ്റെ എന്താ പറയുക, അവൻ്റെ പ്രബോധനത്തിൽ കേൾക്കുന്നവർ വിസ്മയഭരിതരായി. എന്തുകൊണ്ട് വിസ്മയഭരിതരായി? ആ എന്തുകൊണ്ട്, അത് നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്തുകൊണ്ട് ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ കേട്ടവർ വിസ്മയഭരിതനായി? അതിൻ്റെ കാരണം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിയമജ്ഞനെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗം വേറെ, പഠിപ്പിക്കൽ വേറെ, രണ്ടാ. ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അധികാരം ലഭിച്ച വസ്തുതകളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന തിന്മയുടെ ശക്തികൾ ആ പ്രസംഗം കേൾക്കുമ്പോഴേ ആ മക്കളിൽ നിന്ന് വിട്ടുപോകും. അധികാരം ലഭിച്ചവൻ പ്രസംഗിക്കുന്നതും അറിവുള്ളവൻ പ്രസംഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അധികാരം ലഭിച്ച വ്യക്തികൾ പ്രസംഗിക്കുമ്പോൾ തന്നെ പ്രസംഗം കേൾക്കുമ്പോൾ, നിങ്ങൾ മാത്രമല്ല പ്രസംഗം കേൾക്കുന്നത്, നിങ്ങളോട് കൂടെ ആയിരിക്കുന്ന ആ ഒരു അസ്വസ്ഥതയുടെ സ്പിരിറ്റ്സ് ഉണ്ട്. അത് ഈ പ്രസംഗം കേൾക്കുന്ന മാത്രയിൽ, എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, കോമൺലി പ്രസംഗം കേൾക്കുന്ന മാത്രയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ആ തിന്മയുടെ ശക്തി പ്രസംഗിക്കുന്ന വ്യക്തിയിൽ എന്ത് അധികാരം കർത്താവായ യേശു ക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ടോ ആ അധികാരത്തിൻ്റെ അണ്ടറിൽ വരുന്ന സ്പിരിറ്റ്സ്, ഈവിൾ സ്പിരിറ്റ്സ്, അത് ആ പ്രസംഗം കേൾക്കുന്ന മക്കളിൽ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓരോ ധ്യാന കേന്ദ്രങ്ങൾക്ക് ദൈവം ഓരോ അഭിഷേകം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ധ്യാന കേന്ദ്രത്തിൻ്റെ അഭിഷേകം സെപ്പറേറ്റഡാണ്. എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ഓരോ അഭിഷേകമല്ല, ഓരോ ധ്യാന കേന്ദ്രത്തിനും ഓരോ അഭിഷേകമാണ്. ഏത് സ്പിരിറ്റിന് മേലാണോ നമുക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കുക. എല്ലാ പാപത്തിനും നിങ്ങൾ കീഴടങ്ങുന്നുണ്ടോ? നിങ്ങൾക്കൊന്നിനും അധികാരം ലഭിച്ചിട്ടില്ല. പാപങ്ങൾ പലതുണ്ട്. ഒരു പാപമല്ല നമ്മൾ ചെയ്യുന്നത്, ഒരേ കാറ്റഗറി വൈസിലുള്ള പാപമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, കൽപ്പനകൾ ഒന്നല്ല തന്നത്, 10 കൽപ്പന തന്നു. പിന്നെ തിരുസഭയുടെ കൽപ്പനകൾ, മൂലപാപങ്ങൾ, പിന്നെ മറ്റു പല പാപങ്ങളൊക്കെ നമുക്കുണ്ട്. ഇങ്ങനെ ഇതിലെല്ലാം കാറ്റഗറി വൈസ് നമുക്ക് പാപങ്ങളുടെ പല പല കാറ്റഗറി ഉണ്ടെങ്കിൽ, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാപം നമ്മൾ ചെയ്യാനിരിക്കുന്ന പാപത്തിന് മേലെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് ചെയ്യുന്നില്ല, പിശാചേ നീ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് ആ പാപത്തെയും പാപ സാഹചര്യത്തെയും പ്രവണതകളെയും യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നുണ്ടെങ്കിൽ, ശാസിച്ച് ആട്ടിപ്പായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനുമേൽ നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് ലഭിച്ചു, ഈ ടെംപ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു, ആ ടെംപ്റ്റേഷനിൽ നിങ്ങൾ വീണ് പോയിട്ടുണ്ടോ, പിന്നീട് ആ സ്പിരിറ്റ് ആയിരിക്കും നിങ്ങൾ റൂൾ ചെയ്യുന്നത്, നിങ്ങൾ ഭരിക്കുന്നത് ആ സ്പിരിറ്റ് ആയിരിക്കും.
പിന്നെ നിങ്ങളുടെ ഭരണം നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതുകൊണ്ടാണ് ചില പാപങ്ങൾ തോട്ട്സായിട്ട് നമ്മളെ പ്രാർത്ഥനാ ജീവിതത്തിൽ കടന്നു വരും. വെറുതെ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ വചനം കേൾക്കുമ്പോഴെല്ലാം ഭരിക്കുന്ന തോട്ട്സ് ഉണ്ട്. അതിൽ മെജോറിറ്റിയും സെക്ഷൽ തോട്ട്സ് ഉണ്ട്. അതിങ്ങനെ ഭരിക്കുന്നുണ്ടെങ്കിൽ പലരും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പലർക്കും ഡെലിവറൻസ് വിടുതൽ കൊടുക്കുന്ന സമയത്തെല്ലാം ഈ സ്പിരിറ്റ് വിട്ടു പോട്ടെ, നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞിട്ട് ആ സ്പിരിറ്റ് ഓഫ് ലാസ്റ്റിനെ ബൈൻഡ് ചെയ്യണ സമയത്ത് അത് ഇങ്ങനെ ഒരു ഡെമോണിക് സ്പിരിറ്റ് എന്നത് ഒരു ആളിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ അലറി വിളിച്ചു പോകുന്നത് ഈശോ കാണിക്കും. തിന്മ ഇങ്ങനെ വിട്ടു പോകും. അപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സ്പിരിറ്റ്, ഈ ഒരു ടെംപ്റ്റേഷൻ നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ എന്നിത് നീങ്ങിപ്പോട്ടെ, ഞാൻ ഈ പാപത്തിൽ ഞാൻ വീണ് പോകത്തില്ല, ഈ തിന്മയുടെ അരൂപിക്ക് വേണ്ടി ഞാൻ അടിയറവ് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുമേൽ നിങ്ങൾ മേൽക്കോയ്മ നേടി അതിനെ നിങ്ങൾ ഇന്ന് പുറത്താക്കി ആ പാപത്തിൽ നിന്ന് വിടുതൽ നിങ്ങൾ നേടിയെടുത്താൽ ദാറ്റ് മീൻസ് യു ഹാവ് ആൻ അതോറിറ്റി ഓവർ ദാറ്റ് സ്പിരിറ്റ്. ആ സ്പിരിറ്റിനുമേൽ നിങ്ങൾക്ക് അതോറിറ്റി കിട്ടിക്കഴിഞ്ഞു. ആ സ്പിരിറ്റിന് മേൽ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നേരെ മറിച്ച് ആ സ്പിരിറ്റ് നിങ്ങളെ ഭരിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ നിങ്ങൾ അതിൻ്റെ റൂൾ ചെയ്യും നിങ്ങളെ. പിന്നെ നിങ്ങൾ അതിൻ്റെ കീഴിലാണ്. പിന്നെ അതിനെപ്പോൾ നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കണമോ ആ സമയത്തെല്ലാം നിങ്ങൾ വില്ലിങ് ആയിരിക്കും പാപം ചെയ്യാൻ. നമ്മൾ പോലും അറിയത്തില്ല, ഇത് വിട്ടു പോവില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും നമ്മൾ ഒരു തവണ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് മരണം വരെ ആ ടെംപ്റ്റേഷനോ ആ തോട്ട്സോ വരുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു തവണ തെറ്റ് ചെയ്തു, ഞാൻ വീണു, ഓക്കെ. പക്ഷേ നെക്സ്റ്റ് ടൈം ആ തെറ്റ് ചെയ്യാനുള്ള ചാൻസ് വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് ഉപേക്ഷിക്കുക. എനിക്ക് അതോറിറ്റി കിട്ടും. വീണ്ടും ആ തെറ്റ് ചെയ്യാൻ എനിക്കൊരു ചാൻസ് വന്നു, ഞാൻ വീണ്ടും അതിന് യേശുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കുകയാണ്, ബന്ധിച്ച് പുറത്താക്കുക. അങ്ങനെ ഒരു തവണ ചെയ്ത തെറ്റിന് പിന്നീടുള്ള 4-5 തവണ നിങ്ങൾ ആ സ്പിരിറ്റിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ആ സ്പിരിറ്റ് നിങ്ങളെ വിട്ടുപോകും. ഒരിക്കലും ഒരു പാപം, ഞാൻ ചെയ്ത പാപത്തിലൂടെ ഒരു തിന്മ എൻ്റെ തോട്ട്സിലേക്ക് കടന്നു വന്ന് ആ തോട്ട്സ് എന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും പോവാതിരിക്കുന്ന ഒന്നല്ല. അതെന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ തോട്ട്സ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകണമെങ്കിൽ അതേ സ്പിരിറ്റിനെ ഒന്നിലധികം തവണ നിങ്ങൾ കീഴടക്കിയാൽ മതി. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഏത് അസ്വസ്ഥതയാണോ നമ്മൾ ഭരിക്കുന്നത് അതിനെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് കീഴടക്കാൻ പറ്റും. അതാണ് ക്രിസ്ത്യാനിറ്റി, അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ. വെറുതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മാത്രം പേരിന് മാത്രം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവരല്ല നമ്മൾ. സാത്താൻ്റെ മേൽ എല്ലാ ആധിപത്യവും ഓരോ ക്രിസ്ത്യ മക്കൾക്കുണ്ട്. നിങ്ങൾ മാമോദിസായിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ പ്രയോഗിക്കരുത്. സ്വയം നമ്മളിൽ നിന്ന് നമ്മൾക്കെതിരെ വരുന്ന പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള കൃപയും അഭിഷേകേശ്വര നാമത്തിൽ നിങ്ങൾക്കുണ്ട്, ഉള്ളത് തന്നെയാണ്. അപ്പം അത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കാത്തിടത്തോളം കാലം ആ അതോറിറ്റി, ആ സ്പിരിറ്റ് നിങ്ങളുടെ മേൽ ഭരണം നടത്തും. നിങ്ങൾ ആ ഭരണകർത്താവിൻ്റെ അണ്ടറിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അടിയറവ് വെക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, അവരുടെ കണ്ണുനീര് വല്ലാത്തൊരു കണ്ണുനീരാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്തിൽ വീണിട്ടുണ്ടോ? നീ എന്ത് നേടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യം. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ കണ്ണുനീര്, കൂട്ടത്തിലുള്ളവരുടെ, സമൂഹത്തിലുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് നമ്മൾ എന്ത് സുഖത്തിന് പുറകെ പോയാലും പ്രിയപ്പെട്ടവരെ, അത് അവസാനം നാണക്കേടിൻ്റെ മറ്റു പല അവസ്ഥകളിലേക്ക് അത് കൊണ്ടുപോയി തലമുറകളെ നശിപ്പിക്കുന്ന വലിയ പാപമായിട്ട് മാറി മാരക രോഗത്തെ, മാറാപീഠകൾ കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ളൊരു എൻട്രി ടിക്കറ്റ് ഞാൻ കൊടുക്കുക ചെയ്യുന്നു ആ സ്പിരിറ്റിന്. എന്തിനാ വെറുതെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു ഇവിടെ അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിച്ചു. അതുകൊണ്ട് അവൻ്റെ പഠിപ്പിക്കുകളിലും അവൻ്റെ പ്രസംഗങ്ങളിലെല്ലാം ജനക്കൂട്ടം വിസ്മയഭരിതരായി. ജനക്കൂട്ടത്തിന് വിസ്മയം തോന്നി ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ. കാരണം അധികാരത്തോടെയാണ് പറയുന്നതിലെല്ലാം ഒരു ആധികാരികത കേൾക്കുന്ന വ്യക്തികൾക്ക് ഫീൽ ചെയ്തു. എന്തു പറഞ്ഞാലും അതിൻ്റെ മേലൊരു ആധികാരികത ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആധികാരികതയാണ് പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകത്തിലൂടെ ഓരോ ശുശ്രൂഷകര് ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധികാരമാണ്, ഈ അതോറിറ്റിയാണ്, വെറുതെ കിട്ടുന്നതല്ല. അതിന് നമ്മൾ വില കൊടുക്കണം. യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. നമ്മൾ അതിനു വേണ്ടി വില കൊടുക്കാതെ കൃപ നിറയത്തില്ല. വില കൊടുക്കണം. ആ വില കൊടുക്കുന്നത്, കുടുംബത്തിലുള്ളൊരു വ്യക്തി വില കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ സ്പിരിറ്റിനെ എന്നേക്കുമായിട്ട് പുറത്താക്കാൻ പറ്റും. എൻ്റെ മകൻ പാപത്തിലാണ്, എൻ്റെ മകള് പാപത്തിലാണ്, എനിക്ക് ആ പാപത്തെ കീഴടക്കിയാൽ എൻ്റെ മക്കളിലുള്ള സ്പിരിറ്റ് അവരെ വിട്ടു പോകാൻ സാധിക്കും. വരുത്തും ദൈവം.
എൻ്റെ മകൻ പാപത്തിലാണ്, എൻ്റെ മകൾ പാപത്തിലാണ്, എൻ്റെ ഭാര്യ പാപത്തിലാണ്, എൻ്റെ ഭർത്താവ് പാപത്തിലാണ്, എൻ്റെ അപ്പം പാപത്തിലാണ്, എൻ്റെ അമ്മ പാപത്തിലാണ്. പക്ഷേ ഇവരിൽ ചെയ്യുന്ന എല്ലാ പാപത്തിൻ്റെ പല വകഭേദങ്ങൾ, പലതരത്തിലുള്ള പാപത്തിലുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇവരിലുള്ള എല്ലാ തരത്തിലുള്ള സ്പിരിറ്റ്സ് എന്നെയും ബാധിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് പുറത്താക്കി. എന്നിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്നല്ല, എന്നിൽ നിന്ന്. ഇത് എന്നെ പ്രലോഭനത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചപ്പോൾ എന്നിൽ നിന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കിയപ്പോൾ എനിക്ക് ആ അധികാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൽ നിന്ന്. ഇത് ഞാൻ ഈ അധികാരത്തിന് കീഴിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ പ്രവർത്തിക്കുന്ന തിന്മ, ഇപ്പോൾ എന്നെ വേട്ടയാടുന്ന തിന്മ, ഇപ്പോൾ എന്നെ പീഡിപ്പിക്കുന്ന തിന്മ, യേശു നാമത്തിൽ എന്നെ വിട്ടുപോ അഴിയട്ടെ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഭരിക്കുന്ന അസ്വസ്ഥകൾ വിട്ടുപോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇങ്ങനെ നിങ്ങൾ യേശുവിൻ്റെ നാമം കൂടെ തിന്മയുടെ ശക്തികൾക്ക് മേൽ പ്രയോഗിക്കുമ്പോൾ അവർ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പ്രഹരമാണ് യേശുനാമം. തിന്മയുടെ ശക്തികൾ കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് യേശുനാമം. ആ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഇതെല്ലാം എന്നെ വിട്ടു പോട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുള്ള സ്ഥലത്ത് നിന്ന് ആ സ്പിരിറ്റ് വിട്ടുപോകും. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ നിങ്ങളെ കാണുമ്പോൾ സാത്താൻ്റെ ശക്തികൾ ഭയക്കുന്ന തരത്തിൽ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി, അധികാരം, അതോറിറ്റി നിങ്ങളിലേക്ക് കടന്നു വരും. ആമേൻ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അശുദ്ധാത്മാവ് പ്രവേശിച്ച ഒരുവനല്ല, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി. എന്തിനു വേണ്ടിയിട്ട് അലറി? യേശു അധികാരത്തോടെ പഠിപ്പിച്ചപ്പോൾ അവൻ അലറി. അതിലൊരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു, നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അപ്പോൾ നിയമജ്ഞര് പഠിപ്പിച്ചപ്പോൾ ഈ അശുദ്ധാത്മാവ് അലറിയില്ല, മറിച്ച് കാരണം അവർ കേട്ടത് അവർ പഠിപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവിന് വിഷയമില്ല. എന്നാൽ അധികാരം ലഭിച്ചവൻ പഠിപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവ് അലറി. ഇതാണ് യേശുവിൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരാകാൻ കാരണം. എന്നാൽ യേശു ഈ അശുദ്ധാത്മാവിനെ ശാസിച്ചിട്ടില്ല, നിന്ദിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പുറത്തു പോകാൻ കൽപ്പിച്ചിട്ടുമില്ല. എന്നിട്ടും യേശുവിൻ്റെ പഠിപ്പിക്കുന്ന രീതി കേട്ടപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവൻ അലറിയിട്ടുണ്ടെങ്കിൽ അധികാരം ലഭിച്ചവൻ്റെ പഠിപ്പിക്കലും അറിവുള്ളവൻ്റെ പഠിപ്പിക്കലും തമ്മിലുള്ള വ്യത്യാസമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധികാരം ലഭിച്ചവൻ, അധികാരപ്പെട്ടവൻ പഠിപ്പിച്ചപ്പോൾ കേൾക്കുന്നവൻ അറിയാം ഇവൻ നിസ്സാരക്കാരനല്ല എന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കറിയില്ല നമ്മളെക്കുറിച്ച്, നമ്മളിലുള്ള ദൈവിക കൃപയുടെ ആഴം നമുക്കറിയത്തില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ചൈതന്യത്തിൻ്റെ തലം നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു, എന്തൊക്കെയോ പ്രാർത്ഥിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു, എന്തൊക്കെയോ ആരൊക്കെയോ പകർന്നു തന്നത്, എന്തൊക്കെയോ ബാക്കി കിടക്കുന്നത്, അതിങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ശ്രമിക്കുകയോ ശ്രമിച്ചിട്ടോ ഇല്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട്? അതല്ലേ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കുറവ്. എന്നിട്ട് നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവനും മുമ്പിൽ നടക്കും. എന്നിട്ട് നമ്മളുടെ രീതിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാണമില്ല നമുക്ക്. നമ്മൾ എന്തിനാ ഇങ്ങനെ നടക്കണേ? നമ്മൾ അങ്ങനെ നടക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ പറയാം, നമ്മൾ പറയണം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നിടത്താണ് ക്രിസ്ത്യാനിറ്റി. അതാണ് അഭിഷേകം. അതല്ലാതെ അതിനു വേണ്ടി നമ്മൾ സ്റ്റഡി ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, അതിനു വേണ്ടി നമ്മൾ പഠിക്കണം, അതിനു വേണ്ടി നമ്മൾ അന്വേഷിക്കണം, അന്വേഷിച്ച് അതിനെ കണ്ടെത്തി ആ അധികാരപത്രം കൈക്കലാക്കണം യേശുവിൽ നിന്ന്. സ്പിരിച്വലി ഒരു അധികാരപത്രം കർത്താവ് നമുക്ക് തരും, അത് സ്വായത്തമാക്കണം പ്രിയപ്പെട്ടവർ. അതല്ലാതെ ക്രിസ്തു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അതങ്ങനെ ഇരിക്കട്ടെ, കുരിശിൽ കർത്താവ് കിടക്കണം, അവൻ അവിടെ കിടക്കട്ടെ, അനക്കണ്ട. ഇതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. നന്നാവില്ല നമ്മൾ. എന്നിട്ട് നമ്മൾ നിയോഗങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. വീണ്ടും ആ നിയോഗം കഴിഞ്ഞ് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വീണ്ടും തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അടുത്ത നിയോഗം റെഡി. വീണ്ടും കറങ്ങി തിരിഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അടുത്ത നിയോഗം റെഡി. ഇങ്ങനെ നമ്മുടെ ജീവിതം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തീരുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവത്തില്ല. നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നത് എപ്പോഴും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യേശുവിനെ അന്വേഷിക്കുന്ന തലമുറയാണ് യേശു നോക്കുന്നത്. യേശുവിനെ അന്വേഷിക്കുന്ന തലമുറ നമ്മിൽ നിന്നുണ്ടായില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വെറുതെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ലാത്ത ജീവിതമായി പോകും. ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്നില്ല, ബൈബിള് നമ്മൾ പഠിക്കുന്നില്ല, വചനം നമ്മൾ പഠിക്കുന്നില്ല,
ജപമാല ചൊല്ലുന്നതിൽ നമുക്ക് ആഴമില്ല. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന, സഭ വഴി തന്നിരിക്കുന്ന ഭക്താഭ്യാസങ്ങളിൽ ഒന്നിലും നമ്മൾ വെറുതെ അഭിനയിക്കുക ചെയ്യുന്നത്, നമ്മൾ കാണിക്കുന്ന ഒരു പ്രഹസനമാണ് നമ്മുടെ ഭക്താഭ്യാസങ്ങൾ. നിങ്ങളൊന്ന് ശരിക്കൊന്നിരുന്നൊന്ന് ആലോചിച്ച് നോക്ക്. എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് ആത്മാവിൽ തൊട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥന അഭിനയിക്കുന്നവരാ, ഞാനും നിങ്ങളും, ഞാൻ ഉൾപ്പെടെ. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, ഞാൻ ഉൾപ്പെടെ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന അഭിനയിക്കുന്ന ക്രിസ്ത്യാനികളാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഒരു ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. ക്രിസ്ത്യാനിയെ ഭരിക്കാനായിട്ട് ഒരു തിന്മയുടെ ശക്തിക്കും പറ്റില്ല. ക്രിസ്ത്യാനി ആയിരിക്കും സകലത്തിൻ്റെ മേൽക്കോയ്മ നേടുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നില്ല. ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നത് മുഴുവൻ നിയോഗങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നത് മുഴുവൻ നടുവേദനയും മൂക്കലിപ്പും വയറിളക്കവും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതിനു വേണ്ടിയിട്ട് ക്രിസ്ത്യാനി മുട്ടുകുത്തും, ഉപവസിക്കും, ത്യാഗങ്ങൾ അനുഷ്ഠിക്കും, രാത്രി ഉറക്കം നിൽക്കും, ഇതെന്ത് വേണമെങ്കിലും ചെയ്യും, വയറിളക്കം മാറാനും മൂക്കലിപ്പ് മാറാനും ഒക്കെ. ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ദൈവത്തിൻ്റെ ലെവൽ അത്രേ കൊടുത്തിട്ടുള്ളൂ. കർത്താവിനെ ഞാൻ കാണുന്നത് ആ ആംഗിളിലാണ്. ഞാൻ എന്താണോ എൻ്റെ ആംഗിളിൽ കർത്താവിനെ കാണാൻ എനിക്കിഷ്ടം. അവൻ ലോകം മുഴുവനും വേണ്ടി കുരിശിലെ യാഗമായപ്പോൾ എനിക്ക് ലോകം മുഴുവനെ ഒന്നും സമർപ്പിക്കാൻ നേരെയില്ല. എൻ്റെ മൂക്കൊലിപ്പ്, എൻ്റെ നടുവേദന, എൻ്റെ മുട്ടുവേദന, എൻ്റെ കാലുവേദന, ഇതൊക്കെ നമ്മൾ സമർപ്പിച്ച് കർത്താവിനെ നമ്മൾ അത്രത്തോളം വൃത്തികേടിലേക്ക് വലിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ അവനെക്കുറിച്ച് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക. ഞാനൊക്കെ ചെയ്യുന്നത് അതാ. ഒരു വചനം കിട്ടിയാൽ അതും വെച്ചുകൊണ്ടിരിക്കും. ആ വചനത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളത് ഇങ്ങനെ ഡിഗ് ചെയ്ത് അതിനകത്തേക്ക് പോകും. അതിൽ നിന്ന് കിട്ടാനുള്ളത്, അത് ഏത് സ്പിരിറ്റിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ഡിഗ് ചെയ്ത് പോകും. ആ സ്പിരിറ്റ് എങ്ങനെ കയറി അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു പോകും. എന്നിട്ടേ ആ വചനം വായിക്കൽ നിർത്തുള്ളൂ. ഒരു വചനം കിട്ടിയാൽ ആ വചനം വായിച്ച് വിടില്ല. ഒരു വചനം കിട്ടിയാൽ ആ വചനം വായിച്ചിട്ട് അതിനകത്ത് നിന്ന് അത് ഏത് സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട, യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അവനെന്താ ഇങ്ങനെ പറയാൻ കാരണം, മറുപടി പറയാൻ കാരണം എന്താ, ഇത് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് ഈ ചോദ്യം എനിക്ക് ഉത്തരം തരാൻ, എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ചോദ്യം ഞാൻ പരിശുദ്ധാത്മാവിന് കൈമാറും. പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ, പഠിപ്പിക്കണം. നിൻ്റെ ലെസൺസ് എല്ലാം നീ എന്നെ പഠിപ്പിക്കണം. ഞാൻ നിൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നീ എൻ്റെ ടീച്ചറാ, ഞാൻ നിൻ്റെ മുൻപിൽ ഇരുന്ന് തരിക, നീ എന്നെ പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവേ പറഞ്ഞു താ പരിശുദ്ധാത്മാവേ. ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോഴാണ് ഇത് ഏത് അരൂപിക്കുമേൽ, ഇത് ഏത് സ്പിരിറ്റിനുമേൽ, ഇത് എപ്പോൾ പ്രയോഗിച്ചു, ഇത് എങ്ങനെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ വരിയായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ വചനത്തിൻ്റെ ഉൾസന്ദേശം ഗ്രഹിക്കാനുള്ള കൃപയിലേക്ക് കർത്താവ് നമ്മളെ വളർത്തിക്കൊണ്ടുപോകും. ആ വചനത്തിൻ്റെ ഉൾസന്ദേശം ഗ്രഹിക്കുമ്പോൾ അത് നമ്മിൽ മാംസം ധരിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ വചനത്തിൻ്റെ ഉൾസന്ദേശം ഗ്രഹിക്കുന്നതല്ല ആ കൃപ. വചനത്തിൻ്റെ ഉൾസന്ദേശത്തിലേക്ക് ഞാനോ നിങ്ങളോ ചൂഴ്ന്നിറങ്ങുമ്പോൾ ആ വചനം നമ്മിലേക്ക് ചൂഴ്ന്നിറങ്ങും. കാരണം നമ്മളിൽ അത് വിൽ ബിക്കം ഫ്ലഷ് എന്ന് പറയും. നമ്മുടെ സോളിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ശരീരത്തിലും എല്ലാം അത് മാംസം ധരിക്കണമെങ്കിൽ വചനത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എന്നിലേക്ക് വചനം കടന്നു വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എന്നിലേക്ക് വചനം മാംസം ധരിക്കാൻ റെഡിയാണ്. വചനത്തിലേക്ക് ഞാൻ കടക്കാത്തിടത്തോളം കാലം ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വചനം എഴുതരുതോ എഴുതാനോ വായിക്കാനോ പാടില്ല. ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന വചനം. അപ്പം നമ്മൾ രോഗസൗഖ്യത്തിൻ്റെ വചനം മാത്രം എടുത്തിട്ടിരിക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വചനം മാത്രം എടുത്തിട്ടിരിക്കുക, കടബാധ്യത മാറാനുള്ള വചനം മാത്രം എടുത്തിട്ടിരിക്കുക. കാരണം എന്താ, നമ്മളുടെ നിയോഗം എല്ലാം അത്രയും മതി. ബാക്കി ബൈബിളിലെ വചനമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എനിക്ക് കടബാധ്യതയാണെങ്കിൽ എല്ലാ ദിവസവും കടബാധ്യത മാറാനുള്ള വചനം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അപ്പോൾ ക്രിസ്തു ആരായി? എൻ്റെ കടബാധ്യത മാറ്റുന്ന ബാങ്കാണ് ക്രിസ്തു. അത്രയും ക്രിസ്തുവിനെ കാണുന്നുള്ളൂ. അങ്ങനെയല്ല, കണ്ണടച്ച് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം തുറക്കുന്ന വചനഭാഗം ഏതാണോ അതിൻ്റെ മുന്നിൽ നിങ്ങൾ അടയിരിക്കണം. അതിന് മുന്നിൽ ഇരുന്നിരുന്ന് അത് എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു, അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താ? ബൈബിളിൽ 4 സുവിശേഷങ്ങൾ ഞാൻ എപ്പോഴും 4 സുവിശേഷങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ 4 സുവിശേഷങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ അന്ധന്മാരെ സുഖപ്പെടുത്തിയത്, ചെകിടിന് കേൾവി കൊടുത്തത്, ഊമന് സംസാരശേഷി കൊടുത്തത്, മൂന്നും ശിരസിലാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ, അന്ധന് കാഴ്ച, ചെകിടിന് കേൾവി, ഊമന് സംസാരശേഷി, ഇത് 3ഉം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ 3 ബാക്കിയുള്ളതാണ് നാസാരന്തരങ്ങളും സ്കിന്നും. അത് 2 മാത്രമേ ഉള്ളൂ, ബാക്കി ഒഴിഞ്ഞു നിൽക്കുന്നുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നത് ശിരസിലും. ഈശോ സൗഖ്യം കൊടുത്തതിൽ മെജോറിറ്റിയും പഞ്ചേന്ദ്രിയങ്ങൾക്കാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പാപം വരുന്ന വഴികളിലാണ് രോഗം ഇരിക്കുന്നത്. ഏത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പാപം വരുന്നതെങ്കിൽ ഈശോ സുഖപ്പെടുത്തിയതിൽ 4 സുവിശേഷം എടുത്തു വയ്ക്കുമോ? അന്ധൻ, ചെകിടൻ, ഊമൻ.
ഈ ഒരു മേഖല നമുക്ക് കാണാൻ പറ്റും. പിന്നെയാണ് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത്, 5ാമത്തെ സെൻസ്. ഇങ്ങനെ കർത്താവ് സൗഖ്യം കൊടുത്ത മേഖലകൾ എടുക്കുമ്പോൾ അതിനകത്തെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രസക്തി എടുത്തു കാണിച്ചുകൊണ്ടാണ് കർത്താവ് സൗഖ്യത്തിൻ്റെ മേഖല ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിലെല്ലാവർക്കും ഒരേപോലെയല്ല കർത്താവ് സൗഖ്യം കൊടുത്തത്. എല്ലാ അന്ധന്മാർക്കും ഒരേ ആംഗിളിലല്ല കർത്താവ് സൗഖ്യം കൊടുത്തിരിക്കുന്നത്. ചിലരുടെ കണ്ണ് തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. മറ്റത് ചിലത് തുപ്പി ചെളി ഉണ്ടാക്കി ചെളി പുരട്ടിയപ്പോഴാണ് തുറക്കപ്പെട്ടത്. ചിലത് മറ്റു രീതിയിൽ കർത്താവ് തുറക്കപ്പെട്ടു. ചിലത് അവരുടെ ചെവിയിലെ വിരലുകൾ ഇട്ടതുണ്ട്. ഇങ്ങനെ പല രീതിയിൽ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈശോ അങ്ങനെ സുഖപ്പെടുത്തി? സൗഖ്യമാക്കപ്പെടട്ടെ, നോക്കിയാൽ മതി സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞെടുത്ത് കർത്താവിന് എന്തിന് ഇത്രയേറെ എന്താ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ ഈശോയ്ക്ക്? ഇത് നിങ്ങൾ ഡിഗ് ചെയ്ത് പോ, ഇതിലേക്ക് നിങ്ങൾ ചൂഴ്ന്നിറങ്ങി. ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ശിരസ്സും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് അത് ചെന്ന് നിൽക്കും. ക്രിസ്തുവും ശിരസ്സും തമ്മിലുള്ള ബന്ധത്തിൽ ചെന്ന് അത് നിൽക്കും. ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, എൻ്റെ അവസ്ഥകൾ, എൻ്റെ തലമുറകളിലേക്ക്, എൻ്റെ അപ്പനിലേക്ക്, എൻ്റെ അമ്മയിലേക്ക്, ഇതിലേക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് പോവുക. ഇങ്ങനെ വചനത്തിൽ ആഴപ്പെടാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളെ കാണുന്ന സാത്താൻ നിങ്ങളെ വിട്ട് ഓടും. നിങ്ങളെ കാണുന്ന സാത്താൻ്റെ ശക്തികൾ നിങ്ങളെ വിട്ട് ഓടും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. വചനം മാംസം ധരിക്കണം. വചനം മാംസം ധരിക്കാത്തിടത്ത് നമ്മൾ വചനം കേൾക്കുക മാത്രമേ ചെയ്യുന്നു. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാം. വചനം മാംസം ധരിച്ചേ പറ്റൂ. വചനം മാംസം ധരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നല്ല നിലമാകാതെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങനെ ആഴത്തിലേക്ക് പോകണമെങ്കിൽ നല്ല നിലമെന്ന് പറയുന്ന ഉഴുതുമറിച്ച അവസ്ഥയിലേക്ക് വചനത്തെ മാറ്റണം. പല വീടുകളിലും ബൈബിള് ഒരു പേജ് പോലും മടങ്ങിയിട്ടുണ്ടാവില്ല. നല്ല ബൈൻഡ് ചെയ്ത് നല്ല ഭംഗിയാക്കിയാണ് ബൈബിൾ ഇരിക്കുന്നത്. ഒരനക്കം പോലും തട്ടിയിട്ടില്ല. പല വീടുകളിലെയും ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ ആ പുത്തൻ പേജിൻ്റെ മണം, ആ ഒരു സ്മെല്ല് വരെ ബൈബിളിൽ നിന്ന് കിട്ടും. കാരണം തൊട്ടിട്ടില്ല. പകരം ഇവർക്ക് വചനം എല്ലാം അറിയുകയും ചെയ്യാം. ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി? അത് മൊബൈലിൽ നിന്നാണ്. ഒരു ഗുണവുമില്ലാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊബൈലിൽ നിന്ന് വായിക്കുന്ന വചനം മൊബൈൽ വരെ എത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ വചനത്തിന് ആയുസില്ല. എൻ്റെ ഫോണിലൊന്നും വചനത്തിൻ്റെ POC ബൈബിളൊന്നും എൻ്റെ ഫോണിലില്ല. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. തെറ്റെന്ന ഈശോ പറഞ്ഞു. വിജാതിയർക്ക് കൊടുക്കാനായിട്ട് ദൈവം സ്ഥാപിച്ചത്. നമ്മൾക്കൊന്നും അതല്ല. നമുക്ക് വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ കയ്യിലുണ്ടാവണം. അതല്ലാതെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കരുത്. മൊബൈലിൽ മറ്റു പലതും ഉണ്ടാവും. ആ കൂട്ടത്തിൽ വേസ്റ്റ് കൊണ്ട് ബൈബിൾ ഇടരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അശുദ്ധാത്മാവ് ദൈവത്തോട് ചോദിച്ചത്, അശുദ്ധാത്മാവ് ഡയറക്റ്റ് ദൈവത്തോട് ചോദിച്ചില്ല. പകരം ഒരു വ്യക്തിയിൽ പ്രവേശിച്ച് ആ വ്യക്തിയുടെ അധരത്തെ അശുദ്ധാത്മാവ് യൂസ് ചെയ്തു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധാത്മാവിന് ദൈവത്തോട് സംസാരിക്കാൻ അവൻ കണ്ട മാർഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവൻ ഉപയോഗിച്ചത് ഒരു വ്യക്തിയുടെ പഞ്ചേന്ദ്രിയത്തെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിനെയാണ് അശുദ്ധാത്മാവ് യൂസ് ചെയ്തത്. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കാൻ അശുദ്ധാത്മാവ് യൂസ് ചെയ്തത് ഒരു വ്യക്തിയുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിനെ. അശുദ്ധാത്മാവ് അലറി. അവൻ്റെ അധരം ഉപയോഗിച്ചുകൊണ്ട് അവൻ അലറി. എന്തുകൊണ്ട്? യേശു അധികാരത്തോടുകൂടെ പഠിപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നവൻ, അശുദ്ധാത്മാവ് അലറി, ആ വ്യക്തിയിലൂടെ അലറിയത് അശുദ്ധാത്മാവാണ്. ആ വ്യക്തിയിൽ നിന്ന് സ്വരം പുറപ്പെട്ടു. അപ്പോൾ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ അധരത്തെ അശുദ്ധാത്മാവ് റെന്റിനെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നിശ്ചിത കാലത്തേക്ക് ഒരു വ്യക്തിയിൽ അശുദ്ധാത്മാവ് പ്രവേശിച്ചു. ആ നിശ്ചിത കാലത്തേക്ക് പ്രവേശിച്ച ആ വ്യക്തി ക്രിസ്തുവിൻ്റെ മുൻപിലെത്തി. ക്രിസ്തുവിൻ്റെ മുൻപിലെത്തിയത് എവിടെയാ? അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചപ്പോൾ. അപ്പോൾ സിനഗോഗിൽ പ്രവേശിച്ചവരുടെ കൂട്ടത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ചവനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ഈ അശുദ്ധാത്മാവ് ബാധിച്ചവൻ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം കടന്നു വന്നപ്പോൾ
അശുദ്ധാത്മാവ് പ്രവേശിച്ച വ്യക്തിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ ക്രിസ്തുവിനെ കേൾക്കുക. ചെവി കർത്താവിനെ കേട്ടു. കാരണം എന്താ? അധികാരത്തോടു കൂടെയുള്ള പഠനം കേൾക്കാൻ അശുദ്ധാത്മാവ് ഉപയോഗിച്ചത് മനുഷ്യൻ്റെ കർണപുടങ്ങളെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവ് അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമന് സംസാരശേഷിയും കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പറയുന്ന ശിഷ്യന്മാർ ഇതെല്ലാം ചെയ്യാൻ കാരണവും എന്തുകൊണ്ടാണ്? അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു എന്നുള്ളതാണ്. തിന്മയുടെ ശക്തികൾക്ക് മേൽ അധികാരം കൊടുത്തു. നിങ്ങളുടെ കുടുംബത്തിൽ ഭരിക്കുന്ന ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾക്ക് മേൽ അധികാരം നേടിയെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയെ മറച്ചു വെച്ച് പാപം ചെയ്യാനും ഭർത്താവിനെ മറച്ചു വെച്ച് ഭാര്യയ്ക്ക് പാപം ചെയ്യാനുമുള്ള ആ ഒരു കുരുട്ടുബുദ്ധിയല്ല ഈശോ നേടിയെടുക്കാൻ പറഞ്ഞത്. മറിച്ച് തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള അധികാരം. ഈ അധികാരം നേടിയെടുക്കുന്നിടത്ത് കുടുംബത്തിൽ നിന്ന് ഈ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി യേശുവിനോട് പറയുന്നുണ്ട്, നസ്രായനായ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ബഹിഷ്കരണ ശുശ്രൂഷകളിലും യേശുവിൻ്റെ പേര് ഇവർ ഉരുവിടില്ല. പക്ഷെ ഇവിടെ നസ്രായനായ യേശുവേ, യേശുവിൻ്റെ അഡ്രസ്സ് സഹിതം പറയുന്നുണ്ട്. യേശു എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് അവൻ വരുമെന്ന് പ്രവചനങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? നസ്രത്തിൽ നിന്നൊരു നന്മ, നസ്രായനായ ദൈവം, നസ്രത്തിൽ നിന്നൊരു ശക്തി. ഇതെല്ലാം സാത്താൻ അറിയാം. പ്രവചനങ്ങളിൽ പ്രവചിക്കപ്പെട്ടത് കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് അവൻ യേശുവിന് കൊടുത്ത തലക്കെട്ട്, ക്യാപ്ഷനാ നസ്രായൻ. നസ്രായനായ യേശുവേ. അവൻ യേശുവിൻ്റെ പ്രാധാന്യത്തെ കുറച്ചിട്ടില്ല. യേശു എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം അവനറിയാം. നീ നസ്രത്തിൽ നിന്ന് വന്നു, നീ കന്യകയിൽ നിന്ന് ജാതനായി, നീ ഇത്ര വർഷത്തേക്ക് ഇവിടെ, നീ ഇങ്ങനെ, നീ എന്ത്, നീ എപ്പോ, എവിടെ, എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ അവനറിയാം. അവനെല്ലാം കേട്ട് ഗ്രഹിച്ചു വെച്ചിരിക്കുക. ആരാ? അൺക്ലീൻ സ്പിരിറ്റ്. ഈ അൺക്ലീൻ സ്പിരിറ്റ് ആ വ്യക്തിയിൽ ആവസിച്ച് കഴിയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് അവനെ പിന്നെ ഭരിക്കാൻ തുടങ്ങി. അവനെ ഈ അൺക്ലീൻ സ്പിരിറ്റ് ആ പേഴ്സണെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ യേശുവിനെതിരെ മറുതലിച്ചു. നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നമ്മുടെ കുടുംബത്തിലും ഇത്തരത്തിലൊരു സ്പിരിറ്റ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിലും മക്കൾ പലപ്പോഴും പറയും, പ്രാർത്ഥിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല, പ്രാർത്ഥന കൊണ്ടൊന്നും ഇനി ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട് മാറുമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ രോഗം മാറിയാനില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ കർത്താവ് ഇടപെട്ടേനെ. ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മളുടെ കുടുംബങ്ങളിലും ഇതുപോലെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ റെന്റിനെടുത്തിരിക്കുന്ന സ്പിരിറ്റ്, പഞ്ചേന്ദ്രിയങ്ങൾ റെന്റിനെടുക്കുന്ന ഈവിൾ സ്പിരിറ്റ്. ഈ റെന്റിനെടുത്തിട്ട് നമുക്ക് വരുന്ന റെന്റാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്ന പാപം, പാപസുഖം. നമ്മളെ അത് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുക, നമ്മളെ എടുത്തിരിക്കുക. ഇങ്ങനെ ഈ രീതിയിൽ ഈ ഈവിൾ സ്പിരിറ്റ് എന്നെ റെൻറ്റിനെടുത്തിരിക്കുക. ഇത്രയും നാളത്തേക്ക് ഈ ഈവിൾ സ്പിരിറ്റ് എന്നെ റെൻറ്റിനെടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തരുന്ന വാടകയാണ് അവൻ എനിക്ക് തരുന്ന പാപവും പാപസുഖങ്ങളും. ആ വാടക എനിക്ക് എന്നുകൊണ്ട്, ഈ പാപസുഖം എനിക്ക് എന്നുകൊണ്ട് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ അവൻ ഏറ്റെടുക്കുക. അങ്ങനെയുള്ളപ്പോഴാണ് വചനം കേൾക്കണ്ട, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ശാന്തമായിട്ട് ഉറങ്ങിക്കോ, ഇങ്ങനെ ഒരു പ്രേരണ തരും. അങ്ങനെയുള്ള സമയത്താണ് ഈ സ്പിരിറ്റ് ഈ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ വചനം കേൾക്കാൻ, പരിശുദ്ധ ബലിക്ക്, പരിശുദ്ധ കുർബാനയ്ക്ക്, കുടുംബ പ്രാർത്ഥനയ്ക്ക്, ഇതിലെല്ലാത്തിനും നമ്മളിങ്ങനെ ഉറങ്ങി സുഖിച്ച് കിടക്കും. അതല്ലെങ്കിൽ നമ്മളിതിനെല്ലാം അശ്രദ്ധമായി കിടക്കും. കാരണം ഇതെന്താ, ഞാനിതെല്ലാം റെൻറ്റിന് പോയിരിക്കുക, ഇതൊന്നും ഇവിടെ കൊടുക്കാനുള്ളത് ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആരുമായിട്ട്? സ്പിരിറ്റുമായിട്ട്. ഈ സ്പിരിറ്റിനെ ഞാൻ എന്തിനെ അത് സ്പിരിറ്റ് എൻ്റെ മേൽ വന്നു, എൻ്റെ മേൽ വരാനുള്ള കാര്യം എന്താ? ഞാൻ അനുവാദം കൊടുത്തു, ഞാൻ പെർമിഷൻ കൊടുത്തു, ഞാനതിന് കൊടുത്ത പെർമിഷൻ അനുസരിച്ച് ഇതെന്നെ റെൻറ്റിനെടുത്തു. പിന്നെ ഇതെല്ലാം അത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന സംഭവം ദൈവവചനം കേൾക്കാൻ പിന്നെ ഇത് തുറന്നു കൊടുക്കില്ല. അങ്ങനെയുള്ളവരോട് പിന്നെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരോട് ഒന്ന് തിരുത്താൻ നോക്കിയാൽ അത് തിരുത്താൻ പറ്റില്ല. അത് വഴിപിഴച്ചെന്ന് നമ്മൾ തലമുലകൾ നമ്മുടെ കാരണവന്മാർ പറയില്ല. അതിങ്ങനെ വഴിപിഴച്ച് കിടക്കുക, അതിനെ നന്നാക്കാൻ നോക്കണം, നന്നാവില്ല എന്ന് പറയില്ലേ. നന്നാവാത്തതല്ല, അതിനെ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുക. അതിനെ ആ റെൻറ്റ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാതെ ഈ വ്യക്തി യേശുവിനെ സ്വീകരിക്കില്ല. ആ റെൻറ്റ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണം. ആ റെൻറ്റ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ വ്യക്തിയോട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത് പറ്റും. കാരണം ഓൾറെഡി ഈ വ്യക്തി പാപത്തിലാണ്, ഈ വ്യക്തിക്ക് അറിയത്തില്ല. ഇത് റെൻറ്റഡ് ആണെന്നൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല. ഇത് പാപം ചെയ്തു, അശുദ്ധാത്മാവ് അത് ഏറ്റെടുത്തു, അതിനെ റൂൾ ചെയ്യുന്നത് പിന്നെ അൺക്ലീൻ സ്പിരിറ്റാണ്. അത് പിന്നെ അതിൻ്റെ വഴിക്ക് അതിനെ കൊണ്ടുപോകാം. ഇത് പോയിക്കൊണ്ടിരിക്കുക. ഈ തിന്മ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറണമെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യണം.
റെന്റ് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നതാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ നമ്മൾ യോഗ്യരാക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശരീര രക്തങ്ങളെ സ്വീകരിക്കാനായിട്ടും പ്രസാദപരാവസ്ഥയിലേക്ക് പ്രവേശിക്കാനായിട്ടും നമ്മൾ യോഗ്യരാക്കപ്പെടും. ഈ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ യോഗ്യത നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മാലാഖമാർക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ്, എന്നെ കാക്കുന്ന മാലാഖമാരെ, ഇപ്പോൾ ഞാൻ പ്രസാദപരാവസ്ഥയിലേക്ക് വന്നു. വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പ്രാർത്ഥിക്കണത്. വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ആത്മാവിനെ കാവൻ മാലാഖയ്ക്ക് ഭരമേൽപ്പിക്കണം. അടുത്തത് ഇനിയൊരു മേലിൽ ഈ ചെയ്ത ഏറ്റുപറഞ്ഞ പാപങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കാൻ എന്നെ കാക്കുന്ന മാലാഖയെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ, ഏൽപ്പിച്ചു കൊടുക്കണം. അതിനെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ കുമ്പസാരക്കൂട്ടത്തിൽ നിന്ന് അടുത്ത ഇടത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ പാപം ചെയ്യും. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി പ്രായശ്ചിത്തം ചെയ്താൽ ഉടനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ മാലാഖയ്ക്ക് ഭരമേൽപ്പിക്കണം. നമ്മളെ പൂർണ്ണമായിട്ട് മാലാഖയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ റൂൾ ചെയ്യും. ആ സ്പിരിറ്റ് നമ്മളെ റൂൾ ചെയ്യും. നമ്മളറിയത്തില്ല, നമ്മളെ കൺട്രോൾ ചെയ്യും. ആ സ്പിരിറ്റ് നമ്മളെ പൂർണ്ണമായിട്ട് അത് ഏറ്റെടുക്കും. വീണ്ടും ആ ഏറ്റുപറഞ്ഞ പാപം ചെയ്യിപ്പിക്കാൻ അതിനറിയാം. എഗെയിൻ ആൻഡ് എഗെയിൻ ആ സ്പിരിറ്റ് അത് തന്നെ ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഏത് നീ ഉപേക്ഷിക്കാൻ തീരുമാനം എടുക്കുന്നുവോ ആ പ്രവണതയായിരിക്കും നിനക്ക് അടുത്തത് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, തെറ്റ് ചെയ്യാൻ. ഏത് പാപത്തെ നീ ചെയ്യാൻ മാറ്റാൻ, നിന്നിൽ നിന്ന് ഒഴിവാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ, കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം ആ പാപ സാഹചര്യമായിരിക്കും സാത്താൻ നിനക്ക് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തരുന്നത്. നമ്മൾ ഓർക്ക് ഇതെന്താ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോവും. അതിന് കാരണം സ്പിരിറ്റാണ്, അതിന് കാരണം അരൂപിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിൽ പ്രവർത്തിക്കുന്ന പാപം എന്ന് പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ പാപത്തെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന ചില സ്പിരിറ്റ്സ് ഉണ്ട്. ആ സ്പിരിറ്റ്സ് നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഭരണം നടത്താൻ ഇട കൊടുക്കരുത്. ആ സ്പിരിറ്റ്സിന് ഒരിക്കലും നമ്മൾ ഭരണം നടത്താൻ നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനൊന്നും നമ്മൾ വിട്ടുകൊടുക്കരുത്. പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുക, കർത്താവുമായിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. അങ്ങനെയുള്ള സമയത്താണ്, അങ്ങനെയുള്ള ഇടങ്ങളിലാണ് നമ്മൾ മാതാവിന് അടിമ സമർപ്പണം ചെയ്യും. ചില ഇടങ്ങളിൽ പരിശുദ്ധമ്മയ്ക്ക് അടിമ സമർപ്പണം ചെയ്യും. വല്ലാർപാടം പള്ളി പോലെ അല്ലെങ്കിൽ ഗീവർഗീസ് ദായുടെ എടപ്പള്ളി പള്ളിയൊക്കെ പോലെ നമ്മളിങ്ങനെ അടിമ സമർപ്പണം ചെയ്യും. പാറയിൽ മാതാവിൻ്റെ പള്ളി ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് അമ്മയുടെ അടിമയായിട്ട് എൻ്റെ മകനെ, എൻ്റെ മകളെ, എന്നെ ഞാൻ സമർപ്പിക്കും, എൻ്റെ കുടുംബത്തെ ഞാൻ സമർപ്പിച്ചിടും. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അമ്മ എന്നെ മോചിപ്പിച്ച അമ്മയുടെ അടിമയായിട്ട് എന്നെ, എൻ്റെ കുടുംബത്തെയും അമ്മ സ്വീകരിക്കണമേ. നമ്മൾ സമർപ്പിച്ചിടാറുണ്ട്. ഇങ്ങനെ സ്വയം നമ്മളെ തന്നെ പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കും. ഇങ്ങനെ നമ്മൾ പ്രതിഷ്ഠിച്ചിടുന്ന ഇടത്ത് നിന്ന്, വ്യക്തികളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറും, എടുത്ത് മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? യേശു അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. യേശു പഠിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ പഠിപ്പിക്കുന്നതിൽ ആധികാരികതയുണ്ടെങ്കിൽ അത് ആരുടെയൊക്കെ കാര്യത്തിൽ ഇടപെടുമോ ആ വ്യക്തികളൊക്കെ നിങ്ങൾക്കെതിരെ മറുതലിക്കും. ആ വ്യക്തികളെല്ലാം നിങ്ങൾക്കെതിരെ പരാതിയുമായിട്ട് വരും, രംഗപ്രവേശനം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തു. ഒരിടവക ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരി എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, ബ്രദർ പറഞ്ഞതിനോട് ഒന്നിനോടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പച്ച കുത്തരുതെന്ന് ഞാൻ പറഞ്ഞു. പച്ച കുത്തിയാൽ എത്ര പേരെ കാണിച്ചു തരാം? ഇങ്ങനെയുള്ള ആൾ പച്ച കുത്തിയിട്ടുണ്ടല്ലോ, എത്ര പേരെ കാണിച്ചു തരാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മക്കളിൽ പച്ച കുത്തിയത് ഈശോ കാണിച്ചു തരുന്നുണ്ട്. അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് പ്രസംഗിച്ചുവോ അത് ദഹിക്കാത്തവർ പ്രസംഗിച്ചതിനെതിരെ കൊടി പിടിക്കാൻ വരും. പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ആരെങ്കിലുമൊക്കെ കൊടി പിടിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന അരൂപികൾ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ചില ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മൾക്കൊരു അസ്വസ്ഥത തരുന്നുണ്ടെങ്കിൽ ആ അരൂപി നമ്മളെ ഭരിക്കുന്നുണ്ടെന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ ഒരു അസ്വസ്ഥത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളത് കേൾക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞത് തറ പറ്റിക്കണം എന്നുള്ള രീതിയിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ചില സ്പിരിറ്റുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഇത്തരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നതിന് പകരമായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില ഇത്തരത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ, സാഹചര്യങ്ങൾ ഒക്കെ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഇവിടെ അശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഒരു വ്യക്തിയിൽ
ആവസിച്ച അശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ആവസിച്ചു. പക്ഷെ അവൻ പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടേതാണ്. അതായത് ഞാൻ അശുദ്ധാത്മാവാണെങ്കിൽ ഞാൻ പ്രവേശിച്ചിരുന്ന ഇവൻ എൻ്റേതാണ്, ഞങ്ങളായി മാറി. ഈ അശുദ്ധാത്മാവ് ഒന്നായിരിക്കില്ല. കാരണം മർക്കോസ് 5:1-20 വാക്യങ്ങളിൽ അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ 2000 പന്നിക്കൂട്ടം അത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നു എങ്കിൽ അവിടെയും ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഞങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. പാപം, പാപ സാഹചര്യം, പാപപ്രവണതകൾ, ജഡം, ജഡിക പാപങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ, അഹങ്കാരം, അസൂയ, കൊതി, നിഗളം, ദ്രവ്യാഗ്രഹം എന്നിങ്ങനെ പല മൂലപാപങ്ങളുടെ കെട്ടുകൾ ഇതെല്ലാം നമ്മിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അശുദ്ധാത്മാക്കൾ പറയും ഞാൻ ഒന്നല്ല, ഞങ്ങൾ ഇത്രയും പേര് ഇവളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് പൊസസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ല. നമ്മളിൽ പ്രവർത്തിക്കുന്ന തിന്മ, നമ്മൾ പതിവായി ചെയ്യുന്ന പാപം, ഇത് നമ്മൾ റൂൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അപ്പോഴാണത് ദൈവത്തിൻ്റെ മുന്നിൽ മറുതലിക്കുക, ഇവൻ എൻ്റെയാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നത്? ഞങ്ങളായി, ഒറ്റക്കല്ല, ഞങ്ങളായി. പ്രിയപ്പെട്ട ദൈവജനം, എന്നിട്ട് വീണ്ടും പറയും, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഇതിലൊന്നിലും ഒരു തെറ്റ് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ഞങ്ങളുടെ വഴിക്ക് പോയിക്കോട്ടെ, നീ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ഇത് തന്നെ ഒരു ചോദ്യം വരും നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾ ഇതുപോലെ തന്നെ ചോദിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തോ, ഞങ്ങളെ വഴിക്ക് വിട്ടേക്ക്, എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ബൈബിളിൽ നിന്ന് ഉള്ള ഈ വാക്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക. ആ സമയത്ത് അശുദ്ധാത്മാവും തമ്പുരാനോട് ഇത് തന്നെയല്ല ചോദിച്ചതെന്നപ്പോൾ ഓർക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങളെ വഴിക്ക് വിട്ടേക്ക്, എൻ്റെ വഴിക്ക് വിട്ടേക്ക്, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഈ വചനം ആ സമയത്ത് അവർക്കെതിരെ യേശുവിൻ്റെ നാമത്തിൽ പ്രയോഗിക്കണം. ഏതു വചനം? ആ വചനമാണ് പിന്നീട് യേശു നമ്മളോട് പറഞ്ഞു തരുന്നത്. എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. യേശു ശാസിച്ചത് അവനെയാണ്. യേശു ശാസിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയോട് യേശു പറഞ്ഞു നിശബ്ദനായിരിക്കുക. അശുദ്ധാത്മാവിനോട് പറഞ്ഞു നീ അവനെ വിട്ട് പുറത്തു വരിക. അപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞതിനെ കർത്താവ് രണ്ടാക്കി മാറ്റി, സെപ്പറേറ്റഡ് ആക്കി. എങ്ങനെ സെപ്പറേറ്റഡ് ആക്കി? നീ മിണ്ടാതിരിക്കുക, നീ പുറത്തു വാ. രണ്ട് രീതിയിലാണ് കർത്താവ് ആഹ്വാനം ചെയ്തത്. ഞങ്ങൾ എന്ന് പറഞ്ഞ് അധികാരപത്രം സമർപ്പിച്ചപ്പോൾ കർത്താവ് അതിനെ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക, നീ പുറത്തു വാ. രണ്ടിനെയും രണ്ടാക്കിക്കൊണ്ടാണ് സ്പിരിറ്റിനോട് പുറത്തു വരാൻ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ ചില അവസ്ഥകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ ഒത്തിരി സംസാരിക്കാൻ അനുവദിക്കരുത്. അവരുമായിട്ട് തർക്കത്തിലൊന്നും നിങ്ങൾ പോകരുത്. കാരണം അവരല്ല തർക്കിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ ജീവിക്കുന്നവർ തർക്കം കാണിക്കുമ്പോൾ തർക്കിക്കാൻ നിൽക്കണ്ട. അവരല്ല തർക്കിക്കുന്നത്. അവരുടെ നേരെ തിരിഞ്ഞ് അവരുടെ ഉള്ളിലുള്ളതിനോട് വേണം നീ കൽപ്പിക്കാൻ. അത് നിൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് നീ പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. അവനെ വിട്ട് നീ പുറത്തു പോ. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് എന്ന് പറയണം, കർത്താവ് എൻ്റെ മക്കളിൽ ആവേശിച്ചിരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ നിൻ്റെ നാമത്തിൽ പുറത്തു പോട്ടെ എന്ന് യേശു നാമത്തിൽ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു. കർത്താവ് അവരെ വിട്ടുപോട്ടെ. അവരില്ലാത്ത സമയത്ത് നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചാലും ഈ തിന്മയുടെ ശക്തികൾ അവരെ വിട്ടുമാറും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. തള്ളി വീഴ്ത്തി ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. പിന്നെ അലർച്ചയില്ല. പിന്നെ ഈ വ്യക്തിയിൽ അലർച്ചയില്ല. കാരണം എന്താ? പുറത്തു വന്നു. അതുവരെ കൂടി നിന്നിരുന്ന ജനം മുഴുവൻ ഈ മകനെ, അവനെ അശുദ്ധാത്മാവ് ബാധിച്ചവൻ, അവൻ പിശാചാണ് എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് യേശു അവനെ വിട്ട് പുറത്തു പോകാന്ന് പറഞ്ഞപ്പോൾ അവനിൽ നിന്ന് ആ ഒരു ഈവിൾ സ്പിരിറ്റ്, ആ ഒരു ഈവിൾ അത് പുറത്താക്കപ്പെട്ടു. ഇവൻ ഫ്രീ ആയി. പിന്നെ അലർച്ചയില്ല, സൗണ്ടില്ല, ഒന്നുമില്ല, സൈലൻ്റായി. കാരണം എന്താ? പിന്നെ സാത്താന് ബഹളം വയ്ക്കാൻ അവന് അവൻ്റേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഇല്ല. ആമേൻ. ഹല്ലേലൂയ.
അവനെ വിട്ട് പുറത്ത് വന്നിട്ട് പുറത്ത് നിന്ന് അശുദ്ധാത്മാവ് യേശുവിനെ നേരെ ആക്രോശിച്ചു എന്ന് പറഞ്ഞാൽ പറയാം അവന് പേഴ്സണാലിറ്റി ഉണ്ട്. ഇവിടെ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റി എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെട്ടു. പിന്നെ അവന് പേഴ്സണാലിറ്റി ഇല്ല. അതുകൊണ്ട് പുറത്താക്കപ്പെട്ടത് പിന്നീട് എവിടെ, എങ്ങോട്ട് പോയി, എവിടെ പോയി, നമ്മൾക്കതിന് ഉത്തരവില്ല. അപ്പോഴും അശുദ്ധാത്മാവ് പുറത്താക്കപ്പെട്ടപ്പോൾ അതിന് പേഴ്സണാലിറ്റി ലഭിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഒരു പേഴ്സൺ അതിന് പെർമിഷൻ കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഒരു പേഴ്സൺ അതിന് പെർമിഷൻ കൊടുത്താൽ അതിന് പേഴ്സണാലിറ്റിയായി. ഞാനതിന് പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ എന്നെ ഭരിക്കാൻ, എന്നെ ടെംപ്റ്റ് ചെയ്യുന്ന സ്പിരിറ്റ് ഇങ്ങനെ നിൽക്കും. ഈ ടെംപ്റ്റ് ചെയ്യുന്ന സ്പിരിറ്റ് എന്നെ ഇങ്ങനെ പ്രലോഭനത്തിൽ നയിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക, പ്രലോഭനം തന്നുകൊണ്ട് നിൽക്കുക. ഇത് ഞാനതിന് പെർമിഷൻ കൊടുത്തു, ഇത് എന്നിലേക്ക് കയറി. അപ്പോൾ ഈ സ്പിരിറ്റിന് പേഴ്സണാലിറ്റിയായി. ആ പേഴ്സണാലിറ്റി ഞാൻ അതിന് കൊടുത്ത, സ്പോൺസർ ചെയ്ത പേഴ്സണാലിറ്റിയാണ്. എൻ്റെ ശരീരം, എൻ്റെ പേഴ്സണാലിറ്റി നിനക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റാണ്. ഈ ഒരു പേഴ്സണാലിറ്റി അതിൻ്റെ മുൻപിൽ ഞാൻ സറണ്ടർ ചെയ്തു, ഞാൻ അതിനൊരു പേഴ്സണാലിറ്റി കൊടുക്കാം. ഓരോ ധ്യാനത്തിലും ഓരോ വിടുതൽ ശുശ്രൂഷകളിലും നിൻ്റെ പേഴ്സണാലിറ്റിയെ നിനക്ക് തന്നുകൊണ്ട് നിൻ്റെ പേഴ്സണാലിറ്റിക്ക് മൂടുപടം വെച്ചിരിക്കുന്നതിനെ സെപ്പറേറ്റഡ് ആക്കുന്നതാണ് ഓരോ ധ്യാനങ്ങളും ശുശ്രൂഷകളും വിടുതൽ ശുശ്രൂഷകളെല്ലാം. അപ്പോൾ അത് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ പിന്നീടത് അലറുന്നതായിട്ടോ ആക്രോശിക്കാനായിട്ടോ ഒന്നും ബൈബിളിൽ ഒരിടത്തുമില്ല. കാരണം എന്താ? അതിന് പിന്നെ ഒരു പേഴ്സണാലിറ്റി ഇല്ല. അതിൻ്റേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി, അതിൻ്റേതായിട്ടുള്ള പഞ്ചേന്ദ്രിയമോ അതിൻ്റേതായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ളതോ മറ്റുള്ളവരെ കേൾക്കുന്ന രീതിയിൽ അലറാനോ ഒന്നും അതിന് സാധിക്കുന്നില്ല. അതൊരു വ്യക്തിയിൽ ആവസിക്കുമ്പോഴാണ് സ്പിരിറ്റിന് അതിൻ്റെ പേഴ്സണാലിറ്റി അത് കാണിക്കുള്ളൂ. അതിൻ്റെ സ്വഭാവം കാണിക്കും. ആ വ്യക്തിയിലൂടെ ആ സ്പിരിറ്റിൻ്റെ സ്വഭാവം അത് കാണിക്കും. ഇവിടെയും അത്രയേ ഉള്ളൂ. കർത്താവ് രണ്ടിനെയും രണ്ടാക്കി മാറ്റിയപ്പോൾ അരൂപി അവനെ മാറി നിന്നു. അവൻ ഫ്രീ ആയി. അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു. ഉച്ചസ്വരത്തിൽ അലറുന്നത് വരെ, അവനെ തള്ളി വീഴ്ത്തി ഉച്ചസ്വരത്തിൽ അലറുന്നത് വരെ ആ സ്പിരിറ്റ് അവനിലുണ്ട്. അലറിക്കൊണ്ട് പുറത്തു വന്നു. പിന്നെ സൈലൻസാണ്. പിന്നെ ക്രിസ്തുവിന് മാത്രം അറിയാം ഈ അശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് എവിടെയുണ്ട്, എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയാവുന്നത് ക്രിസ്തുവിന് മാത്രം. ബാക്കി ജനങ്ങൾ മുഴുവൻ നോക്കുന്നത് ആവസിച്ച വ്യക്തിയിലേക്കാണ്. അവൻ ഫ്രീ ആയി. അവന് പിശാചുപീഡയാ, അവൻ അങ്ങനെയുള്ളവനാ, അവൻ എങ്ങനെയുള്ളവനാന്ന് വിധിച്ചിരുന്നവരെല്ലാം പിന്നെ അവനെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ്. അവൻ ഫ്രീ ആയി. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബത്തിലും ചില അനുസരണക്കേടിൻ്റെ മക്കളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ നിങ്ങൾ ശാസിക്കുന്നതിന് പകരം അവരെ ഭരിക്കുന്ന തിന്മകൾ പുറത്താക്കപ്പെടാൻ നിങ്ങൾ മുട്ടുകുത്തണം ദൈവത്തിൻ്റെ മുമ്പിൽ. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കുന്ന ചില മദ്യത്തിൻ്റെ കെട്ടുകൾ, തെറ്റായ ബന്ധങ്ങളുടെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഭരിക്കുന്ന ഒരു സ്പിരിറ്റിനെ അവരിൽ നിന്ന് പുറത്താക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്തിടത്തോളം കാലം ഒന്നും നടപടിയാവില്ല. അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. നമ്മൾ അവർക്ക് വേണ്ടി മുട്ടുകുത്തണം. ചിലതൊക്കെ ഒന്നും നമ്മൾ പറഞ്ഞാൽ അവരുടെ തലയിലോട്ട് കയറില്ല. കാരണം ഈ തിന്മ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. ഈ തിന്മയുടെ അരൂപി അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതൊന്നും അവരുടെ തലയിലേക്ക് നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. ഞാനിങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റാണ്, അരൂപിയാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്പിരിറ്റുള്ള വ്യക്തിയും സിനഗോഗിൽ കയറിയിരുന്നു എന്നുള്ളത് മറക്കരുത്. അവർ വചനം കേൾക്കാനിരിക്കും, അവർ ധ്യാനം കൂടാനിരിക്കും, അവർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനും എല്ലാത്തിനിരിക്കും. പക്ഷേ ഈ പാപത്തിൻ്റെ അരൂപിയായിരിക്കും വചനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അവരുടെ കണ്ണും കാതും മധുരവും അടച്ചു കളയും. അവരൊന്നും കേൾക്കില്ല. കേൾക്കുന്നത് പോലെ അഭിനയിക്കും, കേൾക്കത്തില്ല. അവരിയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അവരുടെ മനസ്സും ശരീരവും, അവരുടെ മനസ്സൊന്നും അവിടെ ഉണ്ടാവില്ല. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കൊട്ടി അടക്കപ്പെട്ടിരിക്കുക. അവരുടെ ശരീരത്തിൻ്റെ പ്രസൻസേ നമുക്കവിടെ കാണാൻ പറ്റൂ. അപ്പോൾ വീട്ടുകാർക്കൊരു സന്തോഷം തോന്നും, ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. വെറുതെയാണ്. ശരീരം മാത്രമേ ചലിക്കുന്നുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അവരെ നമ്മൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുത്തും. അവർ കേൾക്കുന്നില്ല, ഒന്നും കേൾക്കാൻ ഈ സ്പിരിറ്റ് സമ്മതിക്കില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കരുണയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കരുണയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള മക്കൾ അവരുടെ കണ്ണ് ഓപ്പൺ ആകുന്ന എപ്പോഴാണെന്നറിയോ? മൊബൈൽ എടുത്ത് വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് സെക്ഷൽ ചാറ്റ് ചെയ്യുമ്പോൾ, ആരെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റായ ബന്ധങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെടും. പോണോഗ്രഫി കാണുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ വീഡിയോസ് കാണുമ്പോൾ ഇവരുടെ കണ്ണ് ഓപ്പൺ ആകും. നന്മ കാണാൻ കണ്ണ് ഓപ്പൺ ആവില്ല, നല്ലത് കേൾക്കാൻ കാത് ഓപ്പൺ ആവില്ല, നല്ല മറുപടി പറയാൻ അതിരവും ഓപ്പൺ ആവില്ല.
അതിരം ഓപ്പൺ ആയാൽ ശാപവാക്കുകളും തെറിയും ചീത്തയും തെമ്മാടിത്തരവും വായിലൊന്ന് പുറത്തു വരും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാം. അവർ കേൾക്കാൻ നിൽക്കില്ല, നല്ലതൊന്നും പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കില്ല. ആരെങ്കിലും പറ്റി കുറ്റം പറയുകയാണെങ്കിൽ അവരുടെ കാത് അവിടെ എത്തും. നല്ലത് കാണാൻ അവരുടെ കണ്ണ് തുറക്കില്ല, ഉറക്കിക്കിടത്തും. അല്ലെങ്കിൽ ആ സമയത്ത് അവരവിടെ നിന്ന് എസ്കേപ്പ് ആവും, മാറിപ്പോവും. സ്പിരിറ്റ് അരൂപ്യ ഇതിങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുണ്ട്. ഈ ഒരു സൈൻ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മുട്ടുകുത്തണം. അത് തലമുറകളിൽ നിന്ന് കിട്ടിയ വിഹിതമോ അവരുടെ പാപത്തിൻ്റെ ഫലമായിട്ട് അവർ തന്നെ ക്ഷണിച്ചു വരുത്തിയതോ നമ്മളുടെ പാപം മൂലം അവർ ദുരിതം അനുഭവിക്കുന്നതോ എങ്ങനെയൊക്കെ ആവാം. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയതിനെ എല്ലാം പ്രിയപ്പെട്ടവരെ അത് ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്ന് നന്മയുടെ വശം മാത്രമേ മക്കളിലേക്ക് പോകാൻ പാടുള്ളൂ. നമ്മൾക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് തെറ്റിലൂടെ പോയിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ഷമിക്കാത്തത് മേഖലയുണ്ട്, നമുക്ക് ക്ഷമ കൊടുക്കേണ്ട മേഖലയുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളിലുണ്ടെങ്കിലും ഇതെല്ലാം ഫിൽട്ടർ ചെയ്ത് അതിൽ നിന്ന് നന്മ മാത്രമേ നമ്മുടെ മക്കളിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും കുടുംബത്തിലേക്കും പോകാൻ പാടുള്ളൂ. തിന്മയായിട്ടുള്ളതിന് എന്നെ ഉള്ളിൽ തന്നെ ഞാൻ കുഴിച്ചു മൂടി അതിനെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് ഞാൻ അതിനെ ദഹിപ്പിക്കണം. വെച്ച് പൊറിപ്പിക്കരുത്. നിങ്ങളെ കൊണ്ട് പതിവായി പാപം ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഇത് തന്നെയാണ്. ചെയ്യിപ്പിക്കരുത്, ചെയ്യാൻ സമ്മതിക്കരുത്, നിന്ന് കൊടുക്കരുത്. സ്പിരിറ്റ് നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ പ്രലോഭനം തന്നുകൊണ്ടിരിക്കും. ചെയ് നിന്ന് കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ഈശോ അധികാരത്തോടുകൂടെ പഠിപ്പിച്ചു. അധികാരമില്ലാതെ പഠിപ്പിക്കാൻ ഇറങ്ങിയാലും പ്രശ്നം. എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ ഇവിടെ ഈ ഭാഗത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് കാക്കനാട് ഭാഗത്ത് ഉള്ളൊരു പയ്യൻ, കാക്കനാട് പടവുകൾ ആ ഭാഗത്ത് എവിടെയാണ്, അധികം പ്രായമില്ല, ഒരു 30 വയസ്സ്. പക്ഷെ ഇവനെ എനിക്ക് നേരത്തെ അറിയാം. ഒരു 25, 23, 25 വയസ്സുള്ള സമയത്ത് ഏതോ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് നടന്നിരുന്നു വെച്ചാൽ എന്നിട്ട് അവൻ അച്ഛനെ വിട്ടു. അച്ഛൻ വിദേശത്തേക്ക് പോയി. അച്ഛൻ ട്രാൻസ്ഫറായി. ഏതൊരു കോൺഗ്രിഗേഷൻ്റെ കീഴിലുണ്ടായ അച്ഛനായതുകൊണ്ട് അച്ഛൻ വിദേശത്തേക്ക് പോയി. അച്ഛൻ പിന്നെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ നാട്ടിൽ തനിച്ചായി. പിന്നെ ഇവൻ എന്തെടുത്തു, ഇവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് ഇവനടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു പെൺകുട്ടി. അവൾ സെക്ഷൽ സ്പിരിറ്റിൻ്റെ കാര്യമാണ്, വ്യഭിചാര ദുർഭൂതം, സ്പിരിറ്റ് ഓഫ് ലസ്റ്റാണ് അവളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യം അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഇവൻ യേശുവിൻ്റെ നാമത്തിൽ ഇവൻ അധികാരം ലഭിക്കാതെ അവളെ പിടിച്ചാണ്ട് ബന്ധിച്ചു. അധികാരം ലഭിച്ചല്ല, 25-ാമത്തെ വയസ്സിൽ ഇവൻ ചെയ്തതാണ്. എന്നോടിത് പറയുന്നത് 30 വയസ്സായപ്പോഴാണ് ഞാനിത് അറിയണേ. ഞാനിത് അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ശുശ്രൂഷക്കൊന്നും എൻ്റെ കൂടെ അവൻ്റെ കൂടെ ഞാനും പോയിട്ടില്ല. പക്ഷെ ഇവൻ ബന്ധിച്ച് ഈ യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പ്രവർത്തിക്കുന്ന ഈ വ്യഭിചാര ദുർബോധത്തെ ഞാൻ ബന്ധിച്ചു കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ എന്നോട് പറയുകയാണ്, എന്നോട് ഷെയർ ചെയ്ത കാര്യം ഞാൻ പറയാം. ഇവൻ പറയുകയാണ്, പിന്നെ എനിക്ക് അങ്ങോട്ട് തീ പൊള്ളുന്ന അനുഭവമാണ്. ശരീരം മൊത്തം തീ കൊണ്ട് തീയിട്ട് വാരിക്കോരി എൻ്റെ തീയുടെ കിണലുകളെടുത്ത് എൻ്റെ ദേഹത്തിട്ടാൽ എങ്ങനെ ഇരിക്കും, ആ അനുഭവത്തിലൂടെ പിന്നെ ഞാൻ പോവാം. പിന്നെ എനിക്ക് അതുവരെ ഞാൻ പ്രാർത്ഥനയിലായിരുന്ന ഞാൻ പിന്നെ കാണുന്ന സ്ത്രീകളെ, അത് ഏത് പ്രായമോ എത്ര കുഞ്ഞോ എത്ര വലുതോ, എല്ലാം ആസക്തിയോടെ അല്ലാതെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ ഒരു കണ്ണുകൊണ്ടേ നോക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പള്ളിയിൽ പോയാൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ പോവാം, വലത്തോട്ട് ഇടത്തോട്ടും പോവാം. പരിശുദ്ധ ബലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആസക്തി നിറഞ്ഞ നോട്ടത്തിലേക്ക് മാത്രം എൻ്റെ കണ്ണ് പോവാം. ഇതിങ്ങനെ പോയി അവസാനം കർത്താവ് പരിശുദ്ധ കുർബാനയോട് ചെയ്യുന്ന നിന്ദനമാണല്ലോ, തെറ്റാണല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കുർബാന മുടക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ്, എനിക്ക് ചിന്ത തന്നെ വരുന്നത്. അപ്പോൾ ഈ തോട്ട്സ് ഇത് വരുന്നപ്പോൾ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന പോലും മുടക്കണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാതായി. സാത്താൻ കൊണ്ടുവന്ന വഴി നോക്കിയേ. അവസാനം ഇവൻ ഒരു അടച്ചിട്ട മുറിയിൽ ഇരിപ്പായി. അടച്ചിട്ട മുറിയിൽ ശുശ്രൂഷയ്ക്ക് നടന്നിരുന്ന മകനാ അടച്ചിട്ട മുറിയിലിരിപ്പായി. ഇരുട്ടത്തായി, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വെളിച്ചം കാണുമ്പോൾ പേടിയായി. ആ ഇരുട്ടിൽ ഒരു സേഫ് സോൺ സാത്താൻ അവന് കൊടുത്തു. ആ ഇരുട്ടത്തിരിക്കുക. ഇങ്ങനെ ഇവൻ്റെ സഹോദരൻ്റെ, അവൻ്റെ കസിൻ ബ്രദർ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്നതാണല്ലോ, അവനിപ്പോൾ എവിടെയാണ്?
അപ്പോഴാണ് പറഞ്ഞത്, ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ, എന്താണ് കാര്യമൊന്നും അറിയില്ല, ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിപ്പാണ്. അങ്ങനെ ഞാൻ ചെന്നത്, അവൻ്റെ അടുത്ത് ചെന്ന്, ഞാൻ വരില്ല, പുറത്തേക്ക് ഇറങ്ങത്തില്ല, അവൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ റൂമിൽ എല്ലാം ഡാർക്ക് കളറിലെ കേർട്ടൻ ഇട്ടേക്കാം, ജനലിനകത്തും ചെറിയൊരു വെളിച്ചം പോലും അകത്തേക്ക് വരാത്ത രീതിയിൽ ഫുൾ ഡാർക്ക് കളറിലെ കേർട്ടൻ ആയിട്ടേക്കണേ. ഞാൻ അവിടെ ചെന്ന് ചേറിട്ടിരിക്കുമ്പോൾ ഇവൻ തറയിലിരിക്കുക, കൈ രണ്ട് കാലും ഇങ്ങനെ കുത്തി വെച്ചിട്ട് കൈ രണ്ട് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ട്, പ്രിയപ്പെട്ടവരെ, ഇരുന്ന് ഞാനിത് പോരട്ടെ, നീ പറയുന്നു പറഞ്ഞു. നിന്ന് ഇവൻ ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. നിന്ന് വാവിട്ട് നിലവിളിക്കുക, ചക്കൻ വാവിട്ട് നിലവിളിക്കുക. ഞാൻ വാവിട്ട് നിലവിളിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലൊരു കരച്ചിൽ കണ്ടു. ഞാൻ കസേര ഇരിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ തുടയിൽ മുട്ടുമേൽ ഇവൻ ഇങ്ങനെ കമഴ്ന്ന് കിടന്നിട്ട് ഇന്ന് കരയാം. ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാൻ എങ്ങനെ ജീവിച്ചതാ ബ്രദറെ? അവനൊരു തെറ്റും ഒരു വ്യഭിചാരവും ചെയ്തിട്ടില്ല. പക്ഷേ ഇവന് കണ്ണ് തുറന്ന് സ്ത്രീകളെ നോക്കാൻ പറ്റില്ല. അരൂപി പ്രവർത്തിച്ച പ്രവർത്തനം കണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതാണ് ക്രിസ്തുവിൻ്റെ പഠനം. ക്രിസ്തു പഠിപ്പിച്ചത് അധികാരത്തോടുകൂടിയ പഠിപ്പിക്കല്. അധികാരമില്ലാതെ ഏതെങ്കിലും അരൂപിയെ പറ്റി പ്രസംഗിച്ചാൽ അത് നിന്നെ നിർമൂലനാശമാക്കും. അധികാരമാണ്, അതോറിറ്റി. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെയാണ് സഭ നമ്മളോട് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പുരോഹിതൻ്റെ കൈവയ്പ്, പുരോഹിതൻ്റെ സാന്നിധ്യം, പുരോഹിതൻ്റെ പുരോഹിതൻ്റെ അസിസ്റ്റൻ്റായിട്ട് നമ്മൾ കൂട്ടണം. അല്ലാതെ അതല്ലാത്തിടത്തെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ അടി വരുന്ന വഴി. സ്പിരിച്വൽ ഗൈഡൻസ് ഇല്ലാതെ നമ്മളിലുള്ളതിനെ അല്ലാത്ത മറ്റൊന്നിലും കയറി കൈവയ്ക്കാനോ തല വെച്ച് കൊടുക്കാനോ പാടില്ല. നമ്മിലുള്ളതിനെ ഒരാളുടെ അനുവാദം വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടു പോട്ടെ എന്ന് എനിക്ക് പറയാം. അത് എൻ്റെ ഉള്ളിലുള്ളതിനെ ഏത് സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ പോകുന്ന പറഞ്ഞത് പോവും, ഒന്നും നിങ്ങളെ ബാധിക്കില്ല. അതിനപ്പുറത്തേക്ക് ഒന്നിനെ പിടിച്ചാൽ ദുരനുഭവം. അവൻ്റെ ജീവിതത്തിൽ 6 വർഷം ഇരുട്ടുമുറിയിൽ ഇരുത്തിയാൻ. 6 വർഷം ഇരുട്ടുമുറിയിൽ ചെന്നു, ബന്ധിച്ചു, പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. അച്ഛനെ വിളിച്ച് അച്ഛൻ വന്ന് കുമ്പസാരിപ്പിച്ചു. കുമ്പസാരം കഴിഞ്ഞ് ഇവൻ്റെ മുഖത്ത് വന്നൊരു പ്രകാശമുണ്ട്. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, കുളിച്ചും മുടിയെല്ലാം വെട്ടി നീറ്റായി, താടിയെല്ലാം ഷേവ് ചെയ്ത് ക്ലീനായി പുറത്ത് വരുമ്പോൾ ഇവനിങ്ങനെ ഈ 2 കരങ്ങളിങ്ങനെ വിരിച്ചിങ്ങനെ ആകാശത്തേക്ക് നോക്കി അബ്ബാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അവൻ ദൈവത്തെ കാണുന്നത്. അവൻ്റെ ആത്മാവിന് ദൈവത്തെ കാണാൻ ദൈവം കൊടുത്ത കൃപ. ഇന്ന് ആ മകൻ വീണ്ടും ശുശ്രൂഷയിലേക്ക് പിന്നെ ഞാൻ പറഞ്ഞു, നീ പോകരുതെന്ന് പറഞ്ഞു, ഇറങ്ങരുതെന്ന് പറഞ്ഞു, ചെയ്യണ്ടെന്ന് പറഞ്ഞു. സാധാരണ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന മാത്രമായിട്ട് ഇപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ ചില അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരും. നമ്മുടെ മക്കൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ചുരുണ്ടു പോകുന്നുണ്ടോ? ഫോണും കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ഇങ്ങനെ പോയി ഒരു കോർണറിൽ അവരിയ്ക്കും. എന്നാൽ അവർ നമ്മുടെ കൺവെട്ടത്തുണ്ട്, പക്ഷെ അവരിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല, ആക്സസ് എളുപ്പമല്ല. ഇങ്ങനെ നമ്മുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അവർക്ക് പ്രേരണ കൊടുക്കുന്ന അരൂപികളുണ്ട്. അതിനെ നമ്മൾ അതിന് വളമിട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ തന്നെ അവർ നല്ലൊരു സ്പിരിച്വൽ കൗൺസിലിങ്ങിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഈശോയിലേക്ക് കൊടുത്ത് അതിനൊരു വിടുതൽ വാങ്ങി നിങ്ങളുടെ ഇടവക വൈദികൻ്റെ അടുത്തോ മറ്റോ കൊണ്ടുപോയി അവരെ അതിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ അപകടം. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അപകടം. ഈ ഒരു ശക്തി, ഈ ഒരു സ്പിരിറ്റ് അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അരൂപിയാണ് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ അരൂപിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ സ്പിരിറ്റിൻ്റെ പ്രത്യേകത ഇതാ, ഇത് വിട്ടു പോവില്ല. ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെ ഇത് വിട്ടു പോകത്തില്ല. ഇവരേതവസ്ഥയിലേക്ക് വന്നുവോ ആ അവസ്ഥ പിന്നീട് നമ്മുടെ മക്കളെ ഭരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മക്കൾ നമ്മളോട് ഓപ്പണാകാത്തിടത്തോളം കാലം ശ്രദ്ധിച്ചോ. നമ്മുടെ മക്കൾ നമ്മളോട് ഓപ്പണാകാത്തിടത്തോളം കാലം നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോ. അവരെ പിടികൂടുന്ന അസ്വസ്ഥതകളുണ്ട്. ഇന്നലെ വരെ അവൾ എന്നോട് നന്നായിട്ട് സംസാരിക്കാം, അവളെന്നോട് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ഇന്നു മുതൽ എന്നോട് അത്രയും ഇതില്ല, എന്നോട് അത്രയും താല്പര്യമില്ല, സംസാരിക്കുന്നില്ല എന്നൊരു അമ്മയ്ക്കോ അപ്പനോ തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, പണി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, അവിടെ എന്തോ താളം തെറ്റിയിട്ടുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ മക്കൾ നമ്മളെ ആ സർക്കിൾ ഭേദിച്ച് ഓടാൻ ശ്രമിക്കും. അവർക്ക് കൂട്ടുകാരോട് കൂടുതൽ താല്പര്യം. ഇങ്ങനെ ഒരു അവസ്ഥ, അതും വേണം, കുടുംബം വേണം, രണ്ടും ആവശ്യമുള്ള. പക്ഷെ അതിലേക്ക് മാത്രം പോകും, കുടുംബത്തെ വിടും.
അമ്മ കൊടുക്കുന്നതെല്ലാം നല്ലതായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അമ്മ കൊടുക്കുന്നതിൽ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കും. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന എല്ലാത്തിലും കുറ്റം. ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ എല്ലാത്തിനും കുറ്റം. എല്ലാം നിഷേധിക്കുക, എല്ലാം ഇങ്ങനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ? വിദ്യാഭ്യാസത്തിന് താല്പര്യമില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മേഖല നേരെ താഴേക്കാണ് പോകും. പിന്നെ ഒരു പഠിക്കത്തില്ല. പ്രാർത്ഥനയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് വേണ്ട, അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ നല്ലൊരു സ്പിരിച്വൽ കൗൺസിലിങ്ങിലേക്ക് അവരെ കൊണ്ടുപോകണം. നല്ലൊരു സ്പിരിച്വൽ കൗൺസിലിംഗ്, അത് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും സ്പിരിച്വൽ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്തവർക്ക് വിടുതൽ വാങ്ങി കൊടുക്കുന്നത് വരെ മാതാപിതാക്കൾ ആ മക്കളിൽ നിന്ന് വിട്ടു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് അവരെ നമ്മുടെ കരങ്ങളിൽ നിന്നും മാറ്റരുത്. നമ്മുടെ കരങ്ങളോട് ചേർത്ത് പിടിച്ചേക്കണം പ്രിയപ്പെട്ടവർ. തലമുറയിൽ നിന്ന് വരുന്ന കെട്ടുകൾ മാത്രമല്ല ഇതിന് പുറകിൽ ദേശത്തിൻ്റെ കെട്ടുകളുണ്ട്, തിന്മയുടെ കെട്ടുകളുണ്ട്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വരുന്ന അസ്വസ്ഥതകളുണ്ട്, പലതുണ്ട്. കൂട്ടുകെട്ട്, തിന്മകളെല്ലാം ഇതിന് പുറകിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പാപത്തിനും പാപ സാഹചര്യങ്ങൾക്കും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. കർത്താവ് കണക്ക് ചോദിക്കുന്നത് മക്കളോടായിരിക്കില്ല, മാതാപിതാക്കളോടായിരിക്കും. വളർത്താൻ തന്നിട്ട് എന്തായി എന്ന് ചോദിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പൂർണ്ണമായും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അവരെ പ്രതിഷ്ഠിക്കുക. അവരെ ദൈവ തീരുമാനമനുസരിച്ച് ജീവിക്കാനുള്ള ക്ലാസ്സുകളും അതിനാവശ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ അവർക്ക് നിങ്ങൾ കൊടുക്കുക. ബൈബിളിൽ നിന്ന് നിങ്ങൾ അവരോട് വചനം കൊടുക്കുക. നിങ്ങൾ പ്രസംഗിക്കുക. വചനം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പ്രസംഗിക്കുക. അവർ സ്വീകരിച്ചാലില്ലെങ്കിലും പ്രസംഗിക്കപ്പെട്ട വചനം തുളഞ്ഞു കയറിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും അത് മാംസം ധരിക്കും, ഉറപ്പാണ്. നിങ്ങളൊരു വചനം ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കയറിയിട്ടുണ്ട്. അത് അപ്പം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അവർ തള്ളി പറഞ്ഞു പോയാലും പിന്നീട് അത് മാംസം ധരിക്കേണ്ട സമയത്ത് ആവശ്യമായ നനവ് കിട്ടുമ്പോൾ ഇത് മുളയെടുത്തോളും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ പ്രശസ്തി ഗലീലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിച്ചപ്പോൾ അവൻ അനുസരിച്ചു. അതാണ് ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ആജ്ഞാവചസ്സുകളുടെ പ്രത്യേകത. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. എല്ലാവരും എഴുന്നേറ്റേ.